Hi students. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ആണ് പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ്. ഓക്കെ, സമവാക്യ ജോഡികൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കുറേ പ്രോബ്ലംസ്, കുറേ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ മെന്റൽ മാത്ത് ആൻഡ് ഓൾജിബ്ര, എന്താ മനക്കണക്കും ബീജഗണിതവുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? There are 100 beads, black and white. ഓക്കെ, അപ്പം നമ്മള് ഒരു ചെപ്പിൽ കറുപ്പും വെളുപ്പുമായി 100 മുത്തുകളുണ്ട്. ഓക്കെ, അപ്പൊ ആ 100 മുത്തുകളിൽ എന്താണ്? ബ്ലാക്കും ഉണ്ട്, വൈറ്റും ഉണ്ട്. 10 more black than white. എന്താ? വൈറ്റിനേക്കാളും 10 കൂടുതലാണ് ബ്ലാക്ക്. ഹൗ മെനി ബ്ലാക്ക് ആൻഡ് ഹൗ മെനി വൈറ്റ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാനുള്ളത് എത്ര ബ്ലാക്ക് ആൻഡ് എത്ര വൈറ്റ്. ബ്ലാക്കും വൈറ്റും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ കാണണം. ഓക്കെ, ഒരു ചെപ്പിൽ കറുപ്പും വെളുപ്പുമായി 100 മുത്തുകളുണ്ട്. എത്ര മുത്തുകളുള്ളത്? 100 മുത്തുകളുണ്ട്. ഓക്കെ, അപ്പം വെളുപ്പിനേക്കാൾ 10 കൂടുതലാണ് കറുപ്പ്. അപ്പൊ കറുപ്പാണ് കൂടുതൽ, വെളുപ്പിനേക്കാളും 10 കൂടുതലാണ് കറുപ്പ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കറുപ്പ് മുത്തുകളും വെളുത്ത മുത്തുകളും കാണണം. അപ്പൊ നമ്മൾ എങ്ങനെ കാണും? അപ്പൊ നമുക്ക് നമ്മളെ മൈൻഡിൽ തന്നെ ഇത് കാണാൻ പറ്റൂലേ. അപ്പൊ ഇതൊരു ബോക്സ്. ഓക്കെ, അപ്പൊ ഈ ഒരു ബോക്സിൽ ബ്ലാക്കും ഉണ്ട്, വൈറ്റും ഉണ്ട് അല്ലെ. ഈ ഒരു ബോക്സിൽ ബ്ലാക്ക് ബീഡ്സും ഉണ്ട്, വൈറ്റ് ബീഡ്സും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ബ്ലാക്ക് ആണ് കൂടുതൽ, 10 എണ്ണം ബ്ലാക്ക് കൂടുതലാണ് അല്ലെ. അപ്പൊ നമുക്കിപ്പം വൈറ്റ് 50 ആണെങ്കിൽ ബ്ലാക്ക് 60 ആയിരിക്കൂലേ. കാരണം വൈറ്റിനേക്കാളും 10 കൂടുതലാണ് ബ്ലാക്ക്. ബട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആ ബോക്സിൽ ആകെ എത്ര മുത്തുകളാണുള്ളത്? 100 എണ്ണം ഉള്ളൂ അല്ലെ. അപ്പം നമ്മൾ ഈ 60യും 50യും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 100 ആണോ? അല്ല. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര വേണം? 100 കിട്ടണം. അതിൽ എന്താണ് പറഞ്ഞത്? ബ്ലാക്ക് ആണ് വൈറ്റിനേക്കാളും കൂടുതൽ. എത്രയാ കൂടുതൽ? 10 എണ്ണം. അപ്പൊ നമുക്ക് നമ്മളെ മൈൻഡിൽ തന്നെ ചെയ്യാൻ പറ്റും. ഓ, ഇവിടെ 100 ആണ് നമ്മളെ ബീഡ്സ് ഉള്ളത് അല്ലെ. 100 മുത്തുകളാണുള്ളത്. അതില് ബ്ലാക്ക് 10 എണ്ണം വൈറ്റിനേക്കാളും കൂടുതലാണ് അല്ലെ. അങ്ങനെയല്ലേ പറഞ്ഞത്? അപ്പൊ നമ്മളെടുത്ത് 100 എണ്ണം ഉണ്ടെങ്കിൽ അതിന്ന് 10 എണ്ണം നമ്മൾ എന്താണ് മാറ്റി വെച്ചു. 10 എണ്ണം മാറ്റി വെച്ചാൽ ഇനി നമ്മളെ കയ്യിൽ എത്ര എണ്ണം ഉണ്ടായിരിക്കും? 90 അല്ലെ. 90 എണ്ണം ഉണ്ട്. അപ്പൊ ഈ 90യില് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മള് കൂടുതലുള്ള 10 മുത്തുകൾ ഏത്? ബ്ലാക്ക് 10 മുത്തുകൾ കൂടുതലാണ് അല്ലെ. അതിനെ നമ്മൾ മാറ്റി വെച്ചു. ഇപ്പൊ നമ്മളെ ടോട്ടൽ 90 ആണ് ഉള്ളത്. അപ്പൊ ഈ 90യില് 45 ബ്ലാക്കും 45 വൈറ്റും ആയിരിക്കൂലേ. യെസ്, 45 ബ്ലാക്കും 45 വൈറ്റും ആയിരിക്കൂലേ. എന്നിട്ട് ഈ മാറ്റി വെച്ച 10 എണ്ണം നമ്മൾ ഏതിലോട്ട് കൊടുക്കുക? നമ്മളെ ബ്ലാക്കിലോട്ട് കൊടുക്കുക. കാരണം നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ബ്ലാക്ക് എന്താ? വൈറ്റിനേക്കാളും 10 എണ്ണം കൂടുതലാണ്. അപ്പം ഈ 90യില് 45ഉം 45ഉം നമ്മൾ ഈക്വൽ ആയിട്ട് ബ്ലാക്കിനും വൈറ്റിനും കൊടുത്തു. ബാക്കി മാറ്റി വെച്ച 10 എണ്ണം നമ്മൾ ആർക്ക് കൊടുത്തു? ബ്ലാക്കിന് കൊടുത്തു. അപ്പൊ ബ്ലാക്ക് എത്ര ആവും? 45 പ്ലസ് 10 വിച്ച് ഈസ് ഈക്വൽ ടു 55. വൈറ്റ് എത്രയാ? വൈറ്റ് ഈസ് ഈക്വൽ ടു 45. അപ്പൊ 55ഉം 45ഉം ആണ് നമ്മളെ ബീഡ്സ് ഉള്ളത്. ബ്ലാക്ക് എത്രനാ? 55, വൈറ്റ് എത്രനാ? 45 അല്ലേ. നമ്മളെ ക്വസ്റ്റ്യനിൽ ടോട്ടൽ 100 അല്ലേ കിട്ടുക. 55 പ്ലസ് 45 വിച്ച് ഈസ് ഈക്വൽ ടു 100. അപ്പം ടോട്ടൽ ബ്ലാക്കും വൈറ്റുമായിട്ട് 100 ബീഡ്സ് ഉണ്ട്. അതില് 10 more black than white. വൈറ്റിനേക്കാളും 10 കൂടുതലാണ് ബ്ലാക്ക്. ഓക്കെ, അപ്പൊ നമ്മളെ ആൻസർ നമുക്ക് മൈൻഡിൽ തന്നെ ചെയ്യാൻ പറ്റിയേ. ബട്ട് നമുക്ക് ഇവിടെ എന്ത് യൂസ് ചെയ്യാം? ഓൾജിബ്ര യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടെ ഓൾജിബ്ര യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? നമ്മൾക്ക് എന്താണ്? 100 ബീഡ്സ്, ടോട്ടൽ 100 ബീഡ്സ് ആണുള്ളത്. അതിൽ ബ്ലാക്കും ഉണ്ട്, വൈറ്റും ഉണ്ട്. അപ്പൊ നമുക്ക് എക്സിന് എന്താക്കിയിട്ട് എടുക്കാം? എക്സിന് നമ്മള് ബ്ലാക്ക്, എക്സ് ബ്ലാക്ക് ബീഡ്സ്. വൈനെ നമുക്ക് എന്താക്കിയിട്ട് എടുക്കാം? വൈറ്റ് ബീഡ്സ്.
അപ്പൊ എക്സ് എന്ന് പറഞ്ഞാല് കറുത്ത മുത്താണ് അല്ലെ. ദെൻ വൈ എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറുള്ള വെളുത്ത മുത്ത്. ഓക്കെ, അപ്പം നമുക്ക് എക്സും വൈയും നമ്മൾ എടുത്തു. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ബ്ലാക്കും വൈറ്റും കൂടെ ടോട്ടൽ എത്രയാ 100 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 100 എന്ന് കിട്ടും. 100 എന്ന് കിട്ടൂലേ. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 100. ബ്ലാക്കും വൈറ്റും കൂടെ കൂട്ടിയാൽ നമുക്ക് 100 ആണ്. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? ഇനി നമ്മളോട് പറഞ്ഞ അടുത്ത കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ ബ്ലാക്ക് വൈറ്റിനേക്കാളും 10 എണ്ണം കൂടുതലാണ്. അപ്പൊ നമ്മൾ ബ്ലാക്ക് എക്സ് അല്ലേ എടുത്തത്. അപ്പൊ അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 10 അല്ലെ. ബ്ലാക്കും വൈറ്റും നമ്മളെ ബ്ലാക്ക് കളറും വൈറ്റ് കളറുള്ള ബീഡ്സ് സബ്ട്രാക്ട് ചെയ്യുക. അതിന്റെ ഡിഫറൻസ് എന്താ? 10. കാരണം ബ്ലാക്ക് വൈറ്റിനേക്കാളും 10 കൂടുതലാണ്. അപ്പൊ നമ്മൾ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 10. അപ്പൊ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടിയില്ലേ. ഇനി ഇതിന് നമുക്ക് എക്സും വൈയും സോൾവ് ചെയ്താൽ നമ്മളെ ബ്ലാക്ക് ബീഡ്സും വൈറ്റ് ബീഡ്സും കിട്ടും. ഓക്കെ, നമ്മൾ എങ്ങനെ ഇത് സോൾവ് ചെയ്യും? നമുക്ക് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 100ഉം എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 10 ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഈ 2 വൈയും ക്യാൻസൽ ചെയ്തൂടെ? നമുക്ക് എപ്പോഴും അറിയാം 2 സെയിം നമ്പേഴ്സിന്റെ സൈൻസ് ഡിഫറെന്റ് ആണെങ്കിൽ നമ്മൾ അത് ആഡ് ചെയ്യുമ്പോൾ 0 ആയിരിക്കൂലേ. അപ്പൊ ഫോർ എക്സാമ്പിൾ -2 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0 അല്ലെ. ഇവിടെ 2 ഒന്ന് നെഗറ്റീവ് ആണ്, ഒന്ന് പോസിറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവും പോസിറ്റീവും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. കാരണം രണ്ടും സെയിം നമ്പർ ആണ് അല്ലെ. അതുപോലെ നമുക്ക് ഇവിടെ y എന്താ? പോസിറ്റീവ് ആണ് അല്ലെ. പ്ലസ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 0. പോസിറ്റീവ് വൈയിലോട്ട് നെഗറ്റീവ് വൈ നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അപ്പൊ രണ്ടും വൈ ആണ്. സൈൻസ് അതിന്റെ ചിഹ്നം എന്താണ്? ഡിഫറെന്റ് ആണ്. അപ്പം നമുക്കത് ആഡ് ചെയ്യുമ്പം 0 അല്ലേ കിട്ടുക. അപ്പൊ നമുക്ക് ഇത് ആഡ് ചെയ്ത് നോക്കിയാലോ. എന്താണ്? എക്സ് പ്ലസ് എക്സ്. ആദ്യം 2x, രണ്ടും പോസിറ്റീവ് ആണ് അല്ലെ. രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് അതെന്തായിരിക്കും? 2x അല്ലെ. അപ്പൊ 2x. ഇനി പ്ലസ് വൈയും മൈനസ് വൈയും രണ്ടും ഡിഫറെന്റ് സൈൻസ് ആയതുകൊണ്ട് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? അത് 0 ആയിരിക്കും. അപ്പം അത് വേണ്ട. വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പൊ y ഇവിടെ നമുക്ക് ക്യാൻസൽ ആയി പോയി. ഇനി 100 പ്ലസ് 10 എന്താ? 110. ഓക്കെ, സോ എക്സ് ഈസ് ഈക്വൽ ടു 110. നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ ആണല്ലേ ഇവിടെ. 2 ഇൻറ്റു എക്സ് ആണ്. അപ്പൊ ഇൻറ്റു ഈക്വൽ സൈന്റെ ഈ ഒരു സൈഡിലോട്ട് പോകുമ്പോ എന്താവും? ഡിവിഷൻ ആവും. നമുക്ക് ഓൾറെഡി അറിയാം പ്ലസ് ഈക്വലിന്റെ ഈ ഒരു സൈഡിലോട്ട് പോകുമ്പം എന്താവും? മൈനസ് ആവും. മൈനസ് എന്താവും? ഈക്വൽ സൈന്റെ ഈ ഒരു സൈഡിലോട്ട് പോകുമ്പം പ്ലസ് ആവും അല്ലെ. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ സൈന്റെ പ്ലേസിലോട്ട് പോകുമ്പം അപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പം ഡിവിഷൻ ആവും. ഡിവിഷൻ എന്താവും? ഈക്വൽ സൈന്റെ ഈ ഒരു സൈഡിലോട്ട് പോകുമ്പം മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പൊ ഇവിടെ 2x എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എക്സ് അല്ലേ. 2 ഇൻറ്റു എക്സ് നമ്മൾ ഈക്വൽ സൈന്റെ ഈ ഒരു സൈഡിലോട്ട് പോകുമ്പം ഡിവിഷൻ ആവും. സോ 110 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇനി ഈ 110നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 5 ഇൻറ്റു 2 10, 1 0 എന്ത് വരും? അഗെയിൻ 5 ഇൻറ്റു 2 10. അപ്പൊ 110 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 55 എക്സ്. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 55 ആണ് എന്ന് കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ബ്ലാക്ക് ബീഡ്സ് ആണ്, കറുത്ത മുത്ത്. അത് നമുക്ക് 55 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് വൈറ്റ് കിട്ടണം അല്ലെ. വൈറ്റ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യാ? നമുക്കറിയാം ബ്ലാക്കും വൈറ്റും കൂടെ ആഡ് ചെയ്യുമ്പം എന്താ? 100. രണ്ടും കൂടെ കൂട്ടിയാൽ 100 ആണ്. അതിൽ ബ്ലാക്ക് നമ്മൾ ഫൈൻഡ് ചെയ്തു 55 ആണ്. അങ്ങനെയാണെങ്കിൽ വൈറ്റ് എങ്ങനെ നമ്മൾ ഫൈൻഡ് ചെയ്യും? എക്സ് പ്ലസ് വൈ രണ്ടും കൂടെ 100 ആണ്. അപ്പൊ എക്സിന്റെ പ്ലേസിൽ 55 ഇട്ട് കൊടുക്കുക. സോ 55 പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 100 അല്ലെ. 55 പ്ലസ് y is equal to 100. ഇതിന് നമുക്ക് y ഫൈൻഡ് ചെയ്യാം. y is equal to 100 minus 55 അല്ലേ. ഈ 55 അഡീഷന് നമ്മൾ ഈക്വൽ സൈൻ്റെ ഈ ഒരു സൈഡിലോട്ട് പോകുമ്പോൾ സബ്ട്രാക്ഷൻ ആയി. ഓക്കെ, നമ്മൾ പ്ലസ് ഉള്ളത് മൈനസ് ആയി. സോ 100ന്ന് 55 പോയാൽ എന്ത് വരും? ഇവിടെ 5 വരും, ദെൻ ഇവിടെ 4 വരും. സോ 45
അല്ലേ? അപ്പൊ നമ്മളെ y എന്ന് പറഞ്ഞാൽ എന്താ? വൈറ്റ് ബീഡ്സ് ആണ്. വൈറ്റ് ബീഡ്സ് നമുക്ക് എത്ര കിട്ടി? 45 ആണ് കിട്ടി. അപ്പൊ ടോട്ടൽ 55ഉം 45ഉം ആഡ് ചെയ്യാം. 45 പ്ലസ് 55 എന്താ? 5 പ്ലസ് 5 10, then 5 പ്ലസ് 5 10, 100. അപ്പൊ ടോട്ടൽ 100 ബീഡ്സ്. അപ്പം ഇവിടെ വൈറ്റ് ബീഡ്സ് 45ഉം ബ്ലാക്ക് ബീഡ്സ് എത്രയാ? 55ഉം. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഓൾജിബ്ര യൂസ് ചെയ്തിട്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി മൈൻഡിൽ ചെയ്തു അല്ലെ? നമ്മൾ ഓൾറെഡി നമ്മളെ മൈൻഡിൽ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയത് ബ്ലാക്ക് 55ഉം വൈറ്റ് എന്താ? 45ഉം ആണ് അല്ലെ? അതുപോലെ നമ്മൾ ഓൾജിബ്ര യൂസ് ചെയ്തിട്ട് ചെയ്തു. അപ്പൊ ഇവിടെ എക്സ് നമ്മൾ ബ്ലാക്ക് ബീഡ്സ് ആക്കിയിട്ട് എടുത്തു, വൈ നമ്മൾ വൈറ്റ് ബീഡ്സ് ആക്കിയിട്ട് എടുത്തു. ഇനി നമുക്കറിയാം ടോട്ടൽ ബീഡ്സ് എന്ന് പറയുമ്പോൾ 100 ആണ്. അപ്പൊ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 100. ഇനി നമുക്കറിയാം അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് 10 ആണ്. കാരണം നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ബ്ലാക്ക് വൈറ്റിനേക്കാളും 10 കൂടുതലാണ്. സോ നമുക്ക് എന്ത് പറയാ? അത് തമ്മിലുള്ള ഡിഫറൻസ്, ബ്ലാക്കും വൈറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? 10 ആണ്. ഇനി ഇതിനെ തന്നെ നമുക്ക് വേറെ രീതിയിലും ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 100 അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് എക്സോ വൈയോ ഫൈൻഡ് ചെയ്യാം. എന്നിട്ട് അത് നമുക്ക് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലും നമുക്ക് നമ്മുടെ ആൻസർ ഫൈൻഡ് ചെയ്യാൻ പറ്റും. എന്താ ആ ഒരു മെത്തേഡ് പറയുന്നത്? നമുക്കറിയാം എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 100 ആണ് അല്ലേ? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 100 ആണ്. എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 10 ആണ് എന്ന് അറിയാം. ഇനി ഈ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 100, ദാറ്റ് മീൻസ് ബ്ലാക്ക് ബീഡ്സും വൈറ്റ് ബീഡ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ 100 ആണ്. അത് തമ്മിലുള്ള ഡിഫറൻസ് 10 ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ ചെയ്യാൻ പറ്റും? ഈ y is equal to 100 minus x. ഈ y is equal to 100 minus x നമുക്ക് ഏതിലിട്ട് കൊടുക്കാം? ഈ നമ്മളെ x plus y is equal to 100 ഇട്ട് കൊടുത്താൽ എന്ത് വരും? x plus 100 minus x is equal to 100 അല്ലേ? അപ്പം എന്താണ്? ഇത് രണ്ടും സെയിം, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആയിട്ട് കിട്ടൂ അല്ലെ? 100 എക്സ് മൈനസ് എക്സ്, ഇത് രണ്ടും 100 ആയിട്ട് തന്നെ കിട്ടുക. ഇനി നമുക്കറിയാം എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 10 അല്ലേ? അപ്പൊ ഇതിലോട്ട് ഈ വൈന്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ എങ്ങനെ കിട്ടും? എക്സ് മൈനസ് 100 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 10. സോ എക്സ് മൈനസ് 100, ഈ മൈനസും കൂടെ പ്ലസ് ആവൂലേ? സോ പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 10. അപ്പൊ എക്സും 2x ഈസ് ഈക്വൽ ടു 10. ഈ മൈനസ് 100 ഈ സൈഡിലോട്ട് പോകുമ്പോൾ പ്ലസ് 100 ആവും അല്ലേ? അപ്പൊ 2x ഈസ് ഈക്വൽ ടു 110. എക്സ് ഈസ് ഈക്വൽ ടു 110 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 55. അപ്പൊ എക്സ് നമുക്ക് എന്ത് കിട്ടി? 55 ആണ് എന്ന് കിട്ടി. എക്സ് 55 കിട്ടിയാൽ നമുക്കറിയാം എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 10 ആണ്. സോ 55 മൈനസ് വൈ ഈസ് ഈക്വൽ ടു 10. അപ്പൊ വൈ എന്തായിരിക്കും? 55 മൈനസ് 10 വിച്ച് ഈസ് ഈക്വൽ ടു 45. അങ്ങനെയും നമുക്ക് ഫൈൻഡ് ചെയ്യാം. ഇതിന് നമ്മൾ y എന്താണ് ഫൈൻഡ് ചെയ്തു, എന്നിട്ട് ആ വൈന്റെ വാല്യൂ നമ്മൾ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്തത് എന്താ? നമ്മുടെ അടുത്ത് 2 ഇക്വേഷൻസ് ഉണ്ട്. ആ 2 ഇക്വേഷൻസും നമ്മൾ എന്ത് ചെയ്തു? സോൾവ് ചെയ്തു, രണ്ടും കൂടെ ആഡ് ചെയ്തു. അപ്പൊ നമ്മളെ y ക്യാൻസൽ ആയിട്ട് പോയി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? എക്സുകൾ ആഡ് ചെയ്തു, അതുപോലെ നമ്മളെ നമ്പേഴ്സ് ആഡ് ചെയ്തു. അതിന് നമുക്ക് എക്സ് കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്ലാക്ക് ബീഡ്സ്, അതുപോലെ നമ്മൾ വൈറ്റ് ബീഡ്സും ഫൈൻഡ് ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് സിമ്പിൾ ആണ് അല്ലെ? ഓൾജിബ്ര വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. എന്താ സെക്കൻഡ് ക്വസ്റ്റ്യൻ? ദ പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് ചെയർ ഈസ് 11,000 rupees. ചെയറിന്റെയും ടേബിളിന്റെയും കൂടെ വില, ഒരു മേശയ്ക്കും കസേരയ്ക്കും കൂടി എത്രയാ? 11,000 രൂപയാണ്. ദാറ്റ് മീൻസ് 11,000 രൂപയാണ് വില. ഏതിനൊക്കെ? ചെയറിനും ടേബിളിനും കൂടെ. അപ്പം ദ പ്രൈസ് ഓഫ് ദ ടേബിൾ ആൻഡ് 4 ചെയർ. ഇനി ഇവിടെ നമ്മളോട് പറഞ്ഞത് ഒരു ടേബിളിനും ഒരു ചെയറിനും കൂടെയാണ് 11,000 rupees. ഇനി നമ്മളോട് പറഞ്ഞു ഒരു ടേബിളിനും 4 ചെയറിനും 14,000 14,000 രൂപയാണ്. വാട്ട് ഇസ് ദ പ്രൈസ് ഓഫ് ഈച്ച്? അങ്ങനെ ഓരോന്നിന്റെയും പ്രൈസ് എത്രയായിരിക്കും വില? ഒരു മേശയ്ക്കും കസേരയ്ക്കും കൂടി 11,000 രൂപയാണ് വില.
ഒരു മേശയ്ക്കും 4 കസേരയ്ക്കും കൂടി 14,000 രൂപയും ഓരോന്നിന്റെയും വില എത്രയാണ്? അപ്പൊ ഓരോന്നിന്റെയും വില നമുക്ക് കാണണം. അപ്പൊ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? നമുക്ക് മൈൻഡിൽ ചെയ്തൂടെ? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു ടേബിള്, ഇതൊരു ടേബിള്, ഇതൊരു ചെയർ, ഇത് രണ്ടിനും കൂടെ, ഈ ടേബിളിനും ഈ ചെയറിനും കൂടെ എത്ര രൂപയാ? 11,000 അല്ലേ? 11,000. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു ടേബിളിനും 4 ചെയറിനും. അപ്പൊ ഇതൊരു ടേബിളും ഇനി അതിലോട്ട് 4 ചെയറും, 4 ചെയറും കൂടെ കൂടുമ്പം എത്രയാ? 14,000 rupees ആണ് അല്ലെ? യെസ്. അപ്പൊ 14,000 rupees, 14,000 രൂപ. ഓക്കെ, അപ്പൊ 14,000 rupees കിട്ടി. അപ്പം ഇനി ഇതിന് നമുക്ക് മൈൻഡിൽ തന്നെ ചെയ്തൂടെ? അപ്പൊ ഇവിടെ എത്രയാ കൂടിയത്? 3 ചെയർ, ഇതിനേക്കാളും 3 ചെയർ ഇവിടെ കൂടി, 3 കസേര കൂടി അല്ലെ? ഇതിനേക്കാളും 3 കസേര കൂടിയപ്പം എത്ര പൈസയാ കൂടിയത്? 11,000 ഉള്ളത് 14,000 ആയി. ദാറ്റ് മീൻസ് 3 ചെയർ കൂടിയപ്പം നമുക്ക് എത്ര പൈസ കൂടി? 3,000 രൂപ കൂടി അല്ലെ? 11,000 ഉള്ളത് 14,000 ആയി. അപ്പം 3,000 രൂപ നമുക്ക് കൂടി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കതെന്ന്? 3 ചെയറിന് 3,000 രൂപയാണെങ്കിൽ ഒരു ചെയറിന് 1,000 രൂപയായിരിക്കൂലേ? അപ്പൊ ഇതിനും 1,000, ഇതിനും 1,000, ഇതിനും 1,000 അല്ലേ? അപ്പൊ 3 എണ്ണത്തിന് കൂടെയാണ് 3,000 രൂപ. അപ്പൊ ഒരു ചെയറിന് 1,000 ആണെന്ന് കിട്ടി. അപ്പം ഇവിടെയും നമുക്ക് എന്താ പറയാ? ഈ ചെയറിന് 1,000 rupees ആണ് അല്ലെ? 1,000 rupees. അപ്പൊ 11,000-ൽ നിന്ന് 1,000 പോയാൽ നമുക്ക് ആ ടേബിളിന്റെ പ്രൈസ് കിട്ടൂലേ? 11,000-ൽ 1,000 രൂപ എന്താ? ചെയറിൻ്റെതാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള 10,000 രൂപ എന്തിൻ്റെതാ? നമ്മളെ ടേബിളിൻ്റെതാണ്. സോ ടേബിളിന് 10,000 രൂപ. ഓക്കെ, ടേബിളിന് 10,000 രൂപ. അപ്പൊ നമ്മളെ മൈൻഡ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റും അല്ലെ? ഇനി നമുക്ക് ഇതിൽ ഓൾജിബ്ര യൂസ് ചെയ്താലോ? നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ഓൾജിബ്ര? നമ്മൾ എക്സും വൈയും ആക്കിയിട്ട് എടുത്താണ്ട് ഓരോന്നും ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഇതൊക്കെ മൈൻഡിൽ തന്നെ ചെയ്യാൻ പറ്റൂലേ? ബട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഓൾജിബ്ര യൂസ് ചെയ്തിട്ട് വേണം പ്രോബ്ലംസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമ്മള് the price of a table and chair. അപ്പൊ നമുക്ക് ടേബിളിന് എന്ത് കൊടുക്കാം? എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ചെയറിന് എന്ത് കൊടുക്കാം? വൈ എന്ന് കൊടുത്താലോ? യെസ്. സോ ചെയറിന് നമുക്ക് വൈ എന്ന് കൊടുക്കാം. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ടേബിളിനും ചെയറിനും കൂടെ എത്രയാ പ്രൈസ്? 11,000 rupees, 11,000 രൂപയാണ്. സോ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 11,000 എന്ന് കിട്ടും. നമ്മളൊരു ഇക്വേഷൻ ആയി. ഇനി the price of the table and 4 chair. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? ഒരു മേശയ്ക്കും 4 കസേരയ്ക്കും കൂടി 14,000 രൂപ. അപ്പൊ മേശ നമ്മള് ടേബിൾ എന്താ? എക്സ്. ഈ 4 കസാര, ഒരു കസാരയാണ് നമ്മൾ വൈ ആക്കിയിട്ട് എടുത്തത്. അങ്ങനെയാണെങ്കിൽ 4 ചെയർ എന്ന് പറയുമ്പം 4y അല്ലേ? സോ 4y ഈസ് ഈക്വൽ ടു ഒരു ടേബിളിനും ഒരു ചെയറിനും കൂടെ 11,000 രൂപ. ഇനി ഒരു ടേബിളിനും 4 ചെയറിനും കൂടെ എന്താണ്? എത്ര രൂപീസാ നമുക്ക് തന്നെ? 14,000, 14,000 രൂപ. അപ്പൊ നമ്മളെ 2 ഇക്വേഷൻസുമായില്ലേ? ഇനി ഈ 2 ഇക്വേഷൻസും സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളെ ടേബിളിന്റെ പ്രൈസും കിട്ടും, അതുപോലെ നമ്മളെ ചെയറിന്റെ പ്രൈസും കിട്ടും. അപ്പൊ നമുക്ക് ഫൈൻഡ് ചെയ്യാം. ഇവിടെ നമുക്ക് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 11,000 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. എക്സ് പ്ലസ് 4y ഈസ് ഈക്വൽ ടു 14,000 എന്നുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്ത് നോക്കിയാലോ? അപ്പം ഇതിന് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് കൊടുക്കാം, ഇതിന് നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ എന്ന് കൊടുക്കാം. അപ്പൊ 2 - 1, സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ ചെയ്യാം. 2 - 1 അപ്പൊ എന്ത് വരും? എക്സ് പ്ലസ് 4y ഈസ് ഈക്വൽ ടു 14,000, then x plus y ഈസ് ഈക്വൽ ടു 11,000. ഇനി ഇത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. നമ്മൾ ഈ ഒരു ഇക്വേഷൻസ് കാണുമ്പോൾ നമുക്ക് ആഡ് ചെയ്യാണോ സബ്ട്രാക്ട് ചെയ്യാണോ നോക്കണം. ഇവിടെ നമുക്ക് സബ്ട്രാക്ട് ചെയ്താൽ എന്താവും? എക്സ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 0. ഏതെങ്കിലും ഒന്ന് 0 ആക്കണം, എക്സോ വൈയോ. അപ്പൊ നമുക്ക് എക്സ് 0 ആയില്ലേ? ഇനി 4y മൈനസ് y എന്താ? 4y മൈനസ് y. 4yയിൽ നിന്നും ഒരു y പോയാൽ എത്രയാ? 3y അല്ലേ? 4ൽ നിന്നും 1 പോയാൽ 3 ആണ് അല്ലെ? 3. അപ്പൊ നമുക്ക് ഇവിടെ 3y ഈസ് ഈക്വൽ ടു, ഇനി ഇവിടെ സബ്ട്രാക്ട് ചെയ്യണ്ടേ? 14,000 മൈനസ് 11,000. 14,000-ൽ നിന്നും എന്താ
11,000 പോയാൽ അല്ലേ, അപ്പം നമുക്ക് ഇവിടെ 3,000 3000 കിട്ടും അല്ലേ. സോ y ഈസ് ഈക്വൽ ടു 3000 എന്ത് വരും, 3y എന്ന് പറഞ്ഞാൽ 3 into y അല്ലേ. അപ്പൊ നമ്മളെ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പം അതെന്താവും, ഡിവിഷൻ ആവും. സോ 3000 divided by 3 which is equal to 1000. 3000-നെ 3 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ എത്രയാ, 1000 എന്ന് കിട്ടും. അപ്പൊ y-ന്റെ വാല്യൂ നമുക്ക് 1000 എന്ന് കിട്ടി. അപ്പം y എന്ന് പറഞ്ഞാൽ എന്താ, ചെയർ ആണ് അല്ലെ. അപ്പൊ നമ്മളെ ചെയർ നമുക്ക് 1000 ആണെന്ന് കിട്ടി. ചെയർ, ഒരു ചെയറിന്റെ റുപ്പീസ്, ഒരു ചെയർ ആണ് y അല്ലേ. അപ്പൊ ആ ചെയറിന് 1000 റുപ്പീസ് ആണ്. ഇനി നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യണം, നമ്മളെ ടേബിളിന്റെ പ്രൈസ് ഫൈൻഡ് ചെയ്യണം. അപ്പം ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ നമുക്ക് അത് നമ്മളെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മളെ എക്സിന്റെ വാല്യൂവും ഇവിടെ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മളെ y 1000 ഉള്ളത് നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ, ഇതിൽ ഏത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. അപ്പൊ നമുക്കറിയാം രണ്ടും കൂടെ കൂട്ടിയാൽ 11,000 ആണ് അല്ലെ. അപ്പൊ y-ന് 1000, അപ്പൊ x പ്ലസ് 1000 ഈസ് ഈക്വൽ ടു 11,000. സോ x ഈസ് ഈക്വൽ ടു 11,000 പ്ലസ് ഉള്ളത് മൈനസ് ആവും, -1000 അല്ലേ. 11,000-ന്ന് 1000 നമ്മൾ സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ബാക്കി 10,000. അപ്പം എക്സ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ എത്രയാ, 10,000. 10,000 ആണ് നമ്മളെ ടേബിളിന്റെ വില. 10,000 ആണ് നമ്മളെ ടേബിളിന്റെ വില. അപ്പൊ നമ്മളെ ചെയറിന് എത്രയാ, 1000 റുപ്പീസും നമ്മളെ ടേബിളിന് എത്രയാ, 10,000 റുപ്പീസും. അപ്പൊ നമുക്ക് മൈൻഡിൽ ചെയ്താൽ തന്നെ ഇതിന്റെ ആൻസർ കിട്ടും. ബട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, ഓൾജിബ്ര യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മളെ ടേബിളിന്റെയും ചെയറിന്റെയും വിലയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അത് നമ്മൾ ഫൈൻഡ് ചെയ്തു. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്, ഓഫ് 2 numbers, 2 numbers ഉണ്ട്. ഓക്കെ, അതിൽ ദ ലാർജർ വൺ ഈസ് 5 times ദ സ്മോളർ വൺ. ചെറുതിനേക്കാളും 5 times 5 ടൈം കൂടുതലാണ് ഏത്, വലിയ നമ്പർ. ആൻഡ് സബ്ട്രാക്ടിങ് ദ സ്മോളർ ഫ്രം ദ ലാർജർ ഗിവ്സ് 32. അപ്പൊ ലാർജറും സ്മോളറും നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 32 ആണ്. വാട്ട് ആർ ദ നമ്പേഴ്സ്? അങ്ങനെയാണെങ്കിൽ ആ 2 നമ്പേഴ്സും, ലാർജർ നമ്പറും സ്മോളർ നമ്പറും നമുക്ക് ഫൈൻഡ് ചെയ്യണം. അപ്പം എന്താ ക്വസ്റ്റ്യൻ, 2 സംഖ്യകളിൽ വലുത് ചെറുതിന്റെ 5 മടങ്ങാണ്. വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ 32. സംഖ്യകൾ എന്താണ്? അപ്പൊ അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് 2 നമ്പേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എക്സ് എന്താക്കിയിട്ട് എടുക്കാം, നമ്മളെ നമ്പർ ആക്കിയിട്ട് എടുക്കാം. ദ ലാർജർ വൺ ഈസ് 5 times ദ സ്മോളർ വൺ. അപ്പം എക്സ് ആണ് നമ്മളെ സ്മോളർ നമ്പർ, സ്മോൾ നമ്പർ എങ്കിൽ വൈ നമുക്ക് 5x ആയിരിക്കൂലേ നമ്മളെ ലാർജർ നമ്പർ, ലാർജ് നമ്പർ അല്ലേ. നമ്മളോട് പറഞ്ഞത് എന്താ, ലാർജർ വൺ ഈസ് 5 times ദ സ്മോളർ വൺ അല്ലേ. 5 മടങ്ങാണ്, 5 മടങ്ങ് വലുതാണെന്നാണ് പറഞ്ഞത്. അപ്പൊ 5x. അപ്പൊ എക്സ് ആണ് നമ്മളെ സ്മോൾ നമ്പർ എങ്കിൽ നമ്മളെ ലാർജ് നമ്പർ എന്തായിരിക്കും, ആ സ്മോളിന്റെ 5 മടങ്ങ്, 5 times എന്നാ പറഞ്ഞത്. അപ്പൊ 5x. അപ്പൊ നമ്മളെ ലാർജ് നമ്പർ 5x ആണ്. ഇനി നമ്മളോട് നെക്സ്റ്റ് കണ്ടീഷൻ എന്താ പറഞ്ഞത്, സബ്ട്രാക്ടിങ് ദ സ്മോളർ ഫ്രം ലാർജർ ഗിവ്സ് 32. എന്താ, വലുതിൽ നിന്നും ചെറുത് കുറച്ചാൽ നമുക്ക് 32 ആണ് അല്ലെ. അപ്പൊ വലിയ നമ്പർ 5x ആണ്, അതിൽ നിന്നും ചെറുത് കുറയ്ക്കുക. അപ്പൊ ചെറിയ നമ്പർ x ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 32 അല്ലേ. അപ്പം ചെറിയ നമ്പർ x ആണെങ്കിൽ വലിയ നമ്പർ 5 times ദ സ്മോളർ വൺ. സ്മോൾ നമ്പറിന്റെ 5 times എന്ന് പറയുമ്പോൾ 5x. ഇനി നമ്മൾ നെക്സ്റ്റ് കണ്ടീഷൻ പറഞ്ഞത് അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് 32 ആണ്. സോ 5x മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 32. അപ്പൊ 5x മൈനസ് എക്സ് എന്ന് പറയുമ്പോ എങ്ങനെ വരും, 5xൽ നിന്ന് നമ്മൾ 1x സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ ബാക്കി ഇനി 4x ഉണ്ടായിരിക്കും അല്ലെ. സോ 4x ഈസ് ഈക്വൽ ടു 32. x ഈസ് ഈക്വൽ ടു 32 ഡിവൈഡഡ് ബൈ 4 അല്ലേ. 4 into x ആണ്. അപ്പം നമ്മള് ഇൻറ്റു ഉള്ളത് നമ്മളെ ഈക്വൽ സൈന്റെ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോ അതെന്താവും, ഡിവിഷൻ ആവും അല്ലെ. സോ 32 ഡിവൈഡഡ് ബൈ 4 എന്ത് വരും, which is equal to 8 അല്ലേ. 8 അല്ലേ വരിക. യെസ്, 32 divided by 4 is equal to 8. അപ്പൊ നമ്മൾ സ്മോൾ നമ്പർ ഏത് കിട്ടി,
8 ആണ് എന്ന് കിട്ടി. ഇനി നമുക്ക് ലാർജ് നമ്പർ ഫൈൻഡ് ചെയ്യണ്ടേ? ലാർജ് നമ്പർ എന്താ പറഞ്ഞത്? 5x ആണ്. അപ്പൊ 5x എന്ന് പറഞ്ഞാൽ 5 into x അല്ലേ? 5 into x എന്ന് പറയുമ്പം 5 into x-ന്റെ വാല്യൂ 8 ആണ്. സോ 5 into 8 is equal to 40. അപ്പൊ നമ്മളെ ലാർജ് നമ്പർ എന്ന് പറയുമ്പോൾ 40 ആണ് അല്ലേ? സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? നമുക്ക് ആദ്യം നമ്മളെ ക്വസ്റ്റ്യന്റെ മീനിങ് നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നന്നായിട്ട് ക്വസ്റ്റ്യന്റെ മീനിങ് നന്നായിട്ട് വായിച്ചതിന് ശേഷം നമ്മൾ ഓരോന്നും എടുക്കുക. അപ്പൊ എക്സ് നമ്മൾ സ്മോൾ നമ്പർ ആക്കി എടുത്തപ്പം നമ്മൾ 5x ആണ് ലാർജ് നമ്പർ ആക്കി എടുത്തത്. കാരണം എന്താ? 5 times ദ ലാർജ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? 5 times ദ സ്മോളർ വൺ. അപ്പൊ സ്മോളിന്റെ 5 times എന്ന് പറയുമ്പോൾ ലാർജ് നമ്പർ എന്തായിരിക്കും? 5x. ഇനി നമ്മൾ നെക്സ്റ്റ് കണ്ടീഷൻ പറഞ്ഞത് അത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ, അത് രണ്ടും കൂടെ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 32 ആണ് അല്ലെ? സോ 5x minus x is equal to 32. 5x minus x എന്ന് പറഞ്ഞാൽ 4x. 4x 32 ആണെങ്കിൽ x എന്തായിരിക്കും? 32 divided by 4 which is equal to 8. അപ്പൊ നമ്മളെ സ്മോൾ നമ്പർ 8 ആണ്, ലാർജ് നമ്പർ 40 ആണ്. ഇനി നമുക്ക് നമ്മൾ ആൻസർ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ ലാർജ് നമ്പറും സ്മോൾ നമ്പറും കൂടെ നമുക്കൊന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. 40 minus 8 എന്ത് വരും? 10 minus 8 2 വരും. ഇവിടെ 3 32 അല്ലേ? അപ്പൊ ഈ ലാർജ് നമ്പറും സ്മോൾ നമ്പറും കൂടെ സബ്ട്രാക്ട് ചെയ്തപ്പം നമുക്ക് 32 അല്ലേ കിട്ടിയത്? യെസ് 32. അപ്പൊ നമുക്ക് പറയാം നമ്മളെ സ്മോൾ നമ്പർ 8 ആണ്, ലാർജ് നമ്പർ 40 ആണ്. ക്ലിയർ? Then moving to next question. ഇനി നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ? A fraction simplified after adding 1 to its numerator becomes 1/2. If instead, if 1 is added to the denominator and then simplified, it becomes 1/3. So what is the fraction? നമുക്ക് ഇവിടെ fraction ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട് ഒന്ന് കൂട്ടി ലഘൂകരിച്ചപ്പോൾ നമുക്ക് അര കിട്ടി. 1/2 ആണ് കിട്ടിയത്. ഛേദത്തിനോട് ഒന്ന് കൂട്ടി ലഘൂകരിച്ചപ്പോൾ കിട്ടിയത് 1/3. 1/3 ആണ് കിട്ടിയത്. ഏതാണ് ഭിന്നസംഖ്യ? അപ്പൊ നമുക്കിവിടെ ഭിന്നസംഖ്യയാണ് കാണേണ്ടത്. ദാറ്റ് മീൻസ് ഫ്രാക്ഷൻ ആണ് നമുക്കിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കറിയാം ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ആയിരിക്കും അല്ലേ? അംശം ബൈ ഛേദം. അപ്പം നമുക്ക് ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ആയിരിക്കും നമ്മളെ ഫ്രാക്ഷൻ. അപ്പൊ നമുക്ക് ഇവിടെ ഫ്രാക്ഷൻ അല്ലേ ഫൈൻഡ് ചെയ്യേണ്ടത്? അപ്പൊ ഫ്രാക്ഷന് നമുക്ക് എന്താക്കിയിട്ട് എടുക്കാം? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആയിട്ട് x/y. ഇവിടെ നമ്മളെ ന്യൂമറേറ്റർ x ആണ്, ഡിനോമിനേറ്റർ y ആണ് അല്ലേ? അംശം എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ, ഛേദം എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ. ഓക്കെ, അപ്പൊ നമ്മളെ x/y നമുക്ക് ഇവിടെ ഫൈൻഡ് ചെയ്യണം. ഇനി നമുക്ക് തന്ന കണ്ടീഷൻസ് എന്തൊക്കെയാ? ഫസ്റ്റ് കണ്ടീഷൻ എന്താ? Adding 1 to its numerator becomes 1/2. ന്യൂമറേറ്ററിലോട്ട് 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1/2 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് അംശത്തിനോട് ഒന്ന് കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/2 1/2 കിട്ടി. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? 1/2. അപ്പം നമ്മളെ x/y ആണ് നമ്മളെ ഫ്രാക്ഷൻ. x/y ആണ് നമ്മളെ ഫ്രാക്ഷൻ. അതിൽ ന്യൂമറേറ്റർ മുകളിലുള്ളതിനോട് 1 ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് വരും? x plus 1/y അല്ലേ? x/y ഉള്ളത് എന്തായി? x plus 1/y which is equal to എന്ത് കിട്ടി? എന്താ കിട്ടിയത്? 1/2. ഓക്കെ, 1/2. ഈ നെക്സ്റ്റ് കണ്ടീഷൻ എന്താ പറഞ്ഞത്? 1 is added to the denominator. ഛേദത്തിനോട് ഒന്ന് കൂട്ടി ലഘൂകരിച്ചപ്പോൾ. അപ്പം ദാറ്റ് മീൻസ് നമ്മൾ ഡിനോമിനേറ്റർക്ക് 1 ആഡ് ചെയ്യാം. അപ്പൊ x/y plus 1 is equal to എത്രയാ? 1/3 അല്ലെ? 1/3 ആണ് കിട്ടിയത് അല്ലേ? ഇനി നമുക്ക് അപ്പൊ നമ്മളെ രണ്ട് ഇക്വേഷൻസും കിട്ടി. ഇത് x/y ആണ് നമ്മളെ ഭിന്നസംഖ്യ അഥവാ ഫ്രാക്ഷൻ എന്ന് പറയും. അതിൽ നമ്മളെ ന്യൂമറേറ്ററിലോട്ട് 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1/2 കിട്ടും. ഡിനോമിനേറ്ററിലോട്ട് 1 ആഡ് ചെയ്യുമ്പോൾ 1/3 കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ ഭിന്നസംഖ്യ ഏത്, ആ ഫ്രാക്ഷൻ ഏതാണ് എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഇവിടെ ഇതാണ് നമ്മളെ ഫസ്റ്റ് ഇക്വേഷൻ, ഇതാണ് നമ്മളെ സെക്കൻഡ് ഇക്വേഷൻ. അപ്പൊ ഈ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് ഇങ്ങോട്ട് എഴുതിയെടുക്കാം. x പ്ലസ് 1/y ഈസ് ഈക്വൽ ടു 1/2. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? 2 into x plus 1
2 into x plus 1. ഈ 2നെ നമ്മൾ ഇങ്ങോട്ട് ചെയ്തു. അതുപോലെ ഈ yയും 1ഉം കൂടെ ചെയ്യും. അപ്പൊ 1 into y എന്ന് പറഞ്ഞാൽ എന്താ? y അല്ലേ? ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താലോ? അപ്പം നമുക്ക് 2 into x എന്ന് പറയുമ്പം 2x plus 2 into 1 എന്ന് പറയുമ്പം 2x plus 2 is equal to y. അങ്ങനെയാണെങ്കിൽ yനെ ഈ സൈഡിലോട്ട് കൊണ്ടുപോവാ, 2നെ ആ സൈഡിലോട്ട് ഇടാം. അപ്പൊ നമുക്ക് 2x, ഈ y പ്ലസ് ആണല്ലേ ഈ സൈഡിൽ, അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ മൈനസ് y ആവൂലേ? യെസ്, മൈനസ് y ഈസ് ഈക്വൽ ടു ഈ 2 പ്ലസ് അല്ലേ ഇവിടെ, ഇങ്ങോട്ട് വരുമ്പോ മൈനസ് ആവൂലേ? 2x മൈനസ് y ഈസ് ഈക്വൽ ടു -2. ഇനി അതുപോലെ നമുക്ക് നമ്മളെ സെക്കൻഡ് ഇക്വേഷൻ ചെയ്യാം. സെക്കൻഡ് ഇക്വേഷൻ x by y plus 1 ഡിനോമിനേറ്ററിലോട്ട് 1 കൂട്ടുമ്പം 1/3 ആണ്. അതും ഇതുപോലെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. എങ്ങനെ വരും? 3 into x എന്ന് പറയുമ്പം 3x അല്ലേ? 3 into x എന്ന് പറയുമ്പം 3x which is equal to 1 into y plus 1 എന്ന് പറയുമ്പം y plus 1. സോ x നമുക്ക് y നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ? സോ 3x മൈനസ് y ഈസ് ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻസും കിട്ടിയില്ലേ? 2x മൈനസ് y ഈസ് ഈക്വൽ ടു -2, 3x മൈനസ് y ഈസ് ഈക്വൽ ടു 1. ഇനി നമുക്ക് ഇതിന് എക്സും വൈയും ഫൈൻഡ് ചെയ്യണം. നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും? എക്സും വൈയും നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട് അല്ലെ? അപ്പൊ 2x മൈനസ് 2x മൈനസ് y ഈസ് ഈക്വൽ ടു -2ഉം 3x മൈനസ് y ഈസ് ഈക്വൽ ടു 1. ഇതില് നമുക്ക് ആഡ് ചെയ്താലാണോ സബ്ട്രാക്ട് ചെയ്താലാണോ നമ്മളെ y പോവുക? നമുക്ക് നോക്കാം. -y രണ്ടും മൈനസ് ആണ് അല്ലേ? അപ്പൊ ആഡ് ചെയ്യുമ്പം -y പ്ലസ് -y എന്ന് പറയുമ്പോ എന്ത് വരും? -2y അല്ലേ? -1 പ്ലസ് -1 എന്ന് പറയുമ്പോ രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ കൂട്ടും, എന്നിട്ട് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കൂ അല്ലെ? അപ്പം ഇനി നെഗറ്റീവ് y മൈനസ് y ആണെങ്കിൽ എന്ത് വരും? ഈ രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് നോക്കുക, കുറയ്ക്കുക. അപ്പൊ -y നമുക്കറിയാം രണ്ടും മൈനസ് ഒരുമിച്ച് വന്നാൽ മൈനസ് ഇൻറ്റു മൈനസ് എന്താവും? പ്ലസ് ആവും. സോ -y പ്ലസ് y ഈസ് ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് എന്താണ്? ഈ ഒരു ഇക്വേഷനെ കുറച്ചാലാണ് എന്ത്? y ഇവിടുന്ന് പോവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്ന് x ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ കുറയ്ക്കാം. 2x മൈനസ് 3x, 2xൽ നിന്നും 3x പോകുമ്പോൾ ബാക്കി എന്തുണ്ടാവും? -x. ഇനി -y മൈനസ് y അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു 0 ആയി, വിച്ച് ഈസ് ഈക്വൽ ടു ഇനി ഇത് മൈനസ് ചെയ്യുമ്പോൾ -2 -1 എന്താ? -3 എന്ന് വരും അല്ലേ? അപ്പൊ -x ഈസ് ഈക്വൽ ടു -3. സോ x ഈസ് ഈക്വൽ ടു +3 എന്ന് വരും. x ഈസ് ഈക്വൽ ടു 3. രണ്ട് സൈഡിലെയും നെഗറ്റീവ് നമ്മൾ എന്താക്കി? പോക്കി. അപ്പൊ നമുക്ക് x ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. അപ്പൊ x എന്ന് പറഞ്ഞാല് എന്താണ്? നമ്മളെ ന്യൂമറേറ്റർ ആയിരുന്നു അല്ലെ? നമ്മളുടെ ഫ്രാക്ഷൻ ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞത്. x by y ആയിരുന്നു നമ്മളെ ഫ്രാക്ഷൻ, അതിൽ x കിട്ടി 3. ഇനി നമ്മൾ y ഫൈൻഡ് ചെയ്യണ്ടേ? നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ എന്താണ് എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് y കിട്ടും. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. x നമുക്ക് 3 അല്ലേ കിട്ടിയത്? അങ്ങനെയാണെങ്കിൽ 2x മൈനസ് y ഈസ് ഈക്വൽ ടു -2 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കുക. ഏതിലിട്ട് കൊടുത്താലും നമ്മൾ ആൻസർ സെയിം ആയിരിക്കും. സോ 2 into 3 മൈനസ് y ഈസ് ഈക്വൽ ടു -2, 6 മൈനസ് y ഈസ് ഈക്വൽ ടു -2, -y ഈസ് ഈക്വൽ ടു -2. ഈ 6 പ്ലസ് ഉള്ളത് ഇങ്ങോട്ട് പോകുമ്പോൾ നെഗറ്റീവ് ആവും. സോ നെഗറ്റീവ് y ഈസ് ഈക്വൽ ടു -2 -6 എന്ന് പറയുമ്പോൾ -8. അപ്പൊ y ഈസ് ഈക്വൽ ടു 8. അപ്പൊ y 8 കിട്ടി. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് y 8 തന്നെ ആയിരിക്കും കിട്ടുക. എന്ത് വരും? 3x മൈനസ് y ഈസ് ഈക്വൽ ടു 1. 3 into എക്സിന്റെ പ്ലേസിൽ നമ്മൾ 3 ഇട്ട് കൊടുക്കുന്നു. അപ്പൊ 3 into 3 മൈനസ് y ഈസ് ഈക്വൽ ടു 1. 9 മൈനസ് y ഈസ് ഈക്വൽ ടു 1. അപ്പൊ 9 മൈനസ് 1 ഈസ് ഈക്വൽ ടു y ഈസ് ഈക്വൽ ടു 8. കണ്ടോ? ഏത് ഇക്വേഷനിൽ നമ്മൾ ഇട്ട് കൊടുത്താലും നമ്മളെ ആൻസർ സെയിം ആയിരിക്കും. അപ്പൊ നമ്മളെ y എന്ത് കിട്ടി? 8 ആണെന്ന് കിട്ടി. Therefore നമ്മളെ x by y ആണ് നമ്മളെ ഫ്രാക്ഷൻ. അതിൽ എക്സിന്റെ വാല്യൂ നമുക്ക് 3 കിട്ടി, yന്റെ വാല്യൂ നമുക്ക് 8 കിട്ടി. സോ x by y എന്ന് പറഞ്ഞാൽ 3/8 ആണ്.
നമ്മളെ ന്യൂമറേറ്റർ നമുക്ക് കിട്ടിയത് 3 ആണ്, നമ്മളെ ഡിനോമിനേറ്റർ നമുക്ക് കിട്ടിയത് എത്രയാ? 8 ആണ്. ഓക്കെ, അപ്പൊ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഫൈൻഡ് ചെയ്യാൻ നമ്മൾ ഫ്രാക്ഷൻ അഥവാ ഭിന്നസംഖ്യ ഫൈൻഡ് ചെയ്യാനായിരുന്നു പറഞ്ഞത്. ഭിന്നസംഖ്യ നമ്മൾ x/y ആക്കിയിട്ട് എടുത്തു. പിന്നെ നമ്മളെ ക്വസ്റ്റ്യനിൽ തന്ന കണ്ടീഷൻസ് വെച്ചിട്ട് നമ്മൾ 2 ഇക്വേഷൻസ് ഉണ്ടാക്കി. ന്യൂമറേറ്ററിലോട്ട് 1 ആഡ് ചെയ്താൽ 1/2 കിട്ടും എന്ന് പറഞ്ഞു, ഡിനോമിനേറ്ററിലോട്ട് 1 ആഡ് ചെയ്താൽ 1/3 കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ 2 ഇക്വേഷൻസ് ആയി. അങ്ങനെ ആ 2 ഇക്വേഷൻസും നമ്മൾ സോൾവ് ചെയ്ത് നമുക്ക് ഇങ്ങനെ കിട്ടിയില്ലേ? 2x - y -2, 3x - y = 1. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതിന് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്തപ്പം എക്സിന്റെ വാല്യൂ കിട്ടി. എക്സിന്റെ വാല്യൂ കിട്ടിയപ്പം നമ്മൾ എന്ത് ചെയ്തു? ആ എക്സിന്റെ വാല്യൂ നമ്മളെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മളെ വൈന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ഇതിനെ തന്നെ നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാൻ പറ്റും. ഈ ഒരു രീതി ഡിഫിക്കൽട്ട് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വെച്ചിട്ട് നമുക്കറിയാം y = 2x + 2 ആണ് എന്ന് അറിയാം. ഇവിടെയും y = എന്ത് വരും? 3x - 1 = y അല്ലേ? ഈ 1നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് y-നെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ നെഗറ്റീവായി പോസിറ്റീവായി, 1 പോസിറ്റീവ് ഉള്ളത് നെഗറ്റീവായി. അപ്പം രണ്ടും നമുക്ക് ഇങ്ങനെ കിട്ടിയില്ലേ? y = എന്നുള്ള രീതിയിൽ. അപ്പൊ 2 y-യും സെയിം ആയിരിക്കൂലേ? അങ്ങനെയാണെങ്കിൽ 2x + 2ഉം 3x - 1ഉം സെയിം ആയിരിക്കൂലേ? അപ്പൊ നമുക്ക് 2x + 2 = 3x - 1 എഴുതി കൂടെ? അങ്ങനെ ഈക്വൽ ടു എന്ന് എഴുതാൻ കാരണം രണ്ടും y ആണ്. രണ്ടും y ആണെങ്കിൽ അത് രണ്ടും ഈക്വൽ ആയിരിക്കൂലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് 3x - 1 = 2x + 2 എന്ന് എഴുതാം. 3x - 1 = 2. നമ്മളെ ഈ y 2x + 2. അപ്പൊ രണ്ടും ഈക്വൽ ആയതുകൊണ്ടാണ്, രണ്ടും y ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ എഴുതി. ഇനി എന്നിട്ട് നമുക്ക് എക്സുകളൊക്കെ ഒരു സൈഡിലോട്ട് എടുക്കാം. അപ്പൊ 3x - 2x = 2 + 1. ഈ -1 ഉള്ളത് ഇങ്ങോട്ട് പോയപ്പോൾ +1 ആയി. ഈ 2x ഇങ്ങോട്ട് വന്നപ്പം -2x ആയി. അപ്പൊ 3x - 2x 3x-ൽ നിന്നും 2x പോയാൽ ബാക്കി ഒരു x അല്ലേ ഉണ്ടാവുക? 1x. 1xന് നമ്മൾ എപ്പോഴും x എന്നാണല്ലേ പറയാ, 1 മുന്നിൽ ഇടൂല. ഓക്കെ, സോ x = 3. അപ്പം ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതിനേക്കാളും സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ഇത്ര ഒരു സ്റ്റെപ്പിൽ നമുക്ക് എക്സിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറ്റി. കാരണം രണ്ടും y = എന്ന് ഇട്ടാൽ അത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ആൻസർ ഫൈൻഡ് ചെയ്യാൻ പറ്റും. മറ്റേത് നമുക്ക് ഇത്രയും സോൾവ് ചെയ്യണം അല്ലെ? അപ്പൊ x = 3 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് y-യും ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമ്മൾ എന്ത് കൊടുക്കുക? y-ന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക, സോറി എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് y-ന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഏത് രീതിയിലും എന്ത് ചെയ്യാം? ഇതിന്റെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ x 3 ആണെങ്കിൽ നമുക്ക് നമ്മളെ ഇക്വേഷനിൽ എക്സിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യുമ്പോൾ y 8 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 3/8 ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രിയ ബോട്ട് എ ബാഗ് ആൻഡ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ്. പ്രിയ എന്ത് ചെയ്തു? ഒരു ബാഗും വാങ്ങി, then എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ്, ചെരുപ്പും വാങ്ങി, ഫോർ 1100 rupees. 1100 rupees-നാണ് വാങ്ങിയത്. ദ ബാഗ് കോസ്റ്റ് 300 rupees മോർ ദാൻ ദ സ്ലിപ്പേഴ്സ്. സ്ലിപ്പേഴ്സിനേക്കാളും എത്ര കൂടുതലാണ് ബാഗിന്? 300 rupees കൂടുതലാണ്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദ സ്ലിപ്പേഴ്സ്? അങ്ങനെയാണെങ്കിൽ സ്ലിപ്പേഴ്സിന്റെ പ്രൈസ് എന്താണ്? ആൻഡ് ദ പ്രൈസ് ഓഫ് ദ ബാഗ്, ബാഗിന്റെ പ്രൈസ് എന്താണ്? പ്രിയ എത്രയാ? ഇല്ല, നമ്മളെ 1100 rupees-നാണ് ബാഗും ചെരുപ്പും കൂടെ വാങ്ങുന്നത്. ബാഗിന് ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ് അല്ലെ? ബാഗിനാണ് പൈസ കൂടുതൽ, ബാഗിന് ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ്. ചെരുപ്പിന്റെ വില എന്താണ്? ബാഗിന്റെയും വില നമുക്ക് ഫൈൻഡ് ചെയ്യണം. അപ്പൊ നമ്മൾ എങ്ങനെ? നമുക്ക് ഒന്ന് x ആക്കിയിട്ട് എടുക്കാം, ഒന്ന് y ആക്കിയിട്ട് എടുക്കാം. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ബാഗ് ആൻഡ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ്. അപ്പൊ നമുക്ക് നമ്മളെ സ്ലിപ്പേഴ്സിനെ x ആക്കിയിട്ട് എടുക്കാം. സ്ലിപ്പേഴ്സ് നമ്മൾ x ആക്കിയിട്ട് എടുത്തു. സ്ലിപ്പേഴ്സ് x ആണെങ്കിൽ നമ്മളെ ബാഗ് എന്തായിരിക്കും? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ബാഗിന് ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ബാഗിന്റെ പ്രൈസ് എന്തായിരിക്കും? ചെരുപ്പിനേക്കാളും 300 കൂടുതലാണ്. അപ്പൊ x + 300. അപ്പൊ നമ്മളെ ചെരുപ്പിന്
എക്സ് ആണെങ്കിൽ നമ്മുടെ ബാഗിന് എന്തായിരിക്കും എക്സ് പ്ലസ് 300 ആണ് അല്ലേ? ചെരുപ്പിനേക്കാളും 300 രൂപ കൂടുതൽ. ഓക്കെ, ഇനി നമ്മളോട് എന്താ പറഞ്ഞത്, ചെരുപ്പിന്റെ വില എന്താണ് ബാഗിന്റെയോ? ഇനി നമ്മളോട് വേറൊരു ഇതും കൂടെ നമുക്ക് ഇവിടെ ഉണ്ട്. എന്താ നമ്മളെ ക്വസ്റ്റ്യനില് 1100 രൂപീസിനാണ് ബാഗും ചെരുപ്പും വാങ്ങിയത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ചെരുപ്പ് എക്സ് പ്ലസ് ബാഗ് എന്താ എക്സ് പ്ലസ് 300 which is equal to 1100. ചെരുപ്പിന്റെയും ബാഗിന്റെയും കൂടെ കൂട്ടിയ വില രണ്ടും കൂടെയാണ് നമ്മൾ 1100 രൂപീസിന് വാങ്ങിയത്. അപ്പൊ ചെരുപ്പിന്റേത് എക്സ്, ബാഗിന്റേത് എക്സ് പ്ലസ് 300 ഈസ് ഈക്വൽ ടു 1100. അപ്പൊ എക്സ് പ്ലസ് എക്സ് എന്താ 2x പ്ലസ് 300 ഈസ് ഈക്വൽ ടു 1100 എന്ന് വരും അല്ലെ? അപ്പൊ 2x എക്സ് മാത്രം നമുക്ക് ഫൈൻഡ് ചെയ്യണം അല്ലെ? 2x ഈസ് ഈക്വൽ ടു ഈ 1100 ആ സൈഡിലോട്ട് നമുക്ക് 300നെ കൊണ്ടുപോവാം. അപ്പം 1100 പ്ലസ് 300 എന്താവും? പ്ലസ് 300 റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ മൈനസ് 300 ആവും. സോ മൈനസ് 300. ഓക്കെ, അപ്പൊ 1100ന് 300 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1100 മൈനസ് 300. 0 0. Then 1 minus 3 is not possible അല്ലേ? അപ്പൊ നമുക്ക് 11ന്ന് 3 കുറച്ചു. 11ന്ന് 3 കുറയ്ക്കുമ്പം 8. അപ്പം 800 രൂപ. 800 രൂപ ആയിട്ടില്ല. 2x is equal to 800. 2x ആണ് 800. അങ്ങനെയാണെങ്കിൽ x നമ്മൾ ഫൈൻഡ് ചെയ്യണ്ടേ? x is equal to എന്താ? 800. നമുക്കറിയാം 2 into x അല്ലേ? അപ്പൊ ഇൻറ്റു ഉള്ളത് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോ എന്താവും? ഡിവിഷൻ ആവും. സോ 800 by 2 is equal to 400. അപ്പൊ നമ്മുടെ x 400 ആണ്. ദാറ്റ് മീൻസ് നമ്മളെ ചെരുപ്പിന്റെ വില 400 രൂപയാണ്. ചെരുപ്പിന് എത്ര രൂപയാ? 400 രൂപ. അങ്ങനെയാണെങ്കിൽ ബാഗിന് എത്ര രൂപയായിരിക്കും? നമുക്കറിയാം ബാഗിന് ചെരുപ്പിനേക്കാളും 300 രൂപ കൂടുതലാണ്. എക്സ് പ്ലസ് 300. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചെരുപ്പാണ്. ചെരുപ്പിന് 400 രൂപയാണ് നമ്മൾ ഫൈൻഡ് ചെയ്തു. പ്ലസ് 300. അപ്പൊ 400ഉം 300ഉം കൂടെ കൂട്ടിയാൽ 700 രൂപ അല്ലേ? ബാക്കി നമുക്ക് 700 രൂപയാണ് ബാഗിന്. സോ ബാഗിന് എത്ര റുപ്പീസാ? 700 അല്ലേ? 700 റുപ്പീസ് ആണ് ബാഗിന്. സ്ലിപ്പേഴ്സിന് 400 റുപ്പീസ് ആണ്. അപ്പൊ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ബാഗിന്റെ പ്രൈസും സ്ലിപ്പേഴ്സിന്റെ പ്രൈസും കൂടെ ആഡ് ചെയ്ത് നോക്കാം. 0 0. 7ലോട്ട് 4 ആഡ് ചെയ്യുമ്പോൾ 8 9 10 11 അല്ലേ? അപ്പം 1100. രണ്ടിന്റെയും കൂടെ വില 1100 അല്ലേ? 1100 റുപ്പീസ് ആണ്. അപ്പൊ നമ്മൾ ഫൈൻഡ് ചെയ്തു ബാഗിന്റെയും ചെരുപ്പിന്റെയും വില. ബാഗിന് എത്ര റുപ്പീസാ? 700. ചെരുപ്പിന് 400 റുപ്പീസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓൾജിബ്ര വെച്ചിട്ട് നമ്മൾ ആൻസേഴ്സ് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, ദെൻ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. The sum of two numbers is 26. നമുക്ക് രണ്ട് നമ്പേഴ്സ് ഉണ്ട്. ആ രണ്ട് നമ്പേഴ്സിന്റെയും സം എന്ന് പറഞ്ഞാല് നമ്മൾ ആഡ് ചെയ്യുക. ആ രണ്ട് നമ്പേഴ്സും നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 26 കിട്ടും. ആൻഡ് their difference is 4. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക അല്ലെ? അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആ രണ്ട് നമ്പേഴ്സും മൈനസ് ചെയ്യുമ്പോൾ 4 ആണ്. വാട്ട് ആർ ദ നമ്പേഴ്സ്? ആ രണ്ട് നമ്പേഴ്സും നമുക്ക് ഫൈൻഡ് ചെയ്യണം അല്ലെ? രണ്ട് സംഖ്യകളുടെ തുക 26ഉം വ്യത്യാസം ദാറ്റ് മീൻസ് അതിന്റെ ഡിഫറൻസ് 4ഉം ആണ്. സംഖ്യകൾ എന്തൊക്കെയാണ്? അപ്പൊ രണ്ട് സംഖ്യകളും നമുക്ക് കാണണം. അപ്പൊ നമുക്ക് ഒരു നമ്പർ എക്സ് ആക്കിയിട്ട് എടുക്കാം, ഒരു നമ്പർ വൈ ആക്കിയിട്ട് എടുക്കാം. ഈ നമ്മളോട് പറഞ്ഞത് സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 26. അപ്പൊ രണ്ട് നമ്പേഴ്സും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 26 ആണ്. അതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി പറഞ്ഞ അതിന്റെ വ്യത്യാസം ഡിഫറൻസ് ഈസ് 4. ആ രണ്ട് നമ്പേഴ്സും കുറച്ചു കഴിഞ്ഞാൽ അതെന്താ? കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് 4 കിട്ടും. 4. അപ്പൊ നമ്മളെ ഫസ്റ്റ് ഇക്വേഷനും ആയി, നമ്മളെ സെക്കൻഡ് ഇക്വേഷനും ആയി. ഇനി ഇതിന് നമ്മൾ എക്സും വൈയും ഫൈൻഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളെ രണ്ട് നമ്പേഴ്സും കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് ഒന്നെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ എക്സും മൈനസ് എക്സ് പോവും, ബാക്കി
2y is equal to എന്ത് കിട്ടും? 26 minus 4 ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ആഡ് ചെയ്താൽ 2x is equal to, അപ്പൊ y പോവും, ആഡ് ചെയ്യുമ്പോൾ 2x is equal to 26 plus 4. ഏത് രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? x plus x എന്താവും? 2x ആയിരിക്കും. y plus minus y എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? അപ്പൊ 2x is equal to y 0 ആയി, ബാക്കി 26ഉം 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 30. So x is equal to എന്ത് വരും? 30 into 2 ഉള്ളത് divided by 2 ആയി, which is equal to 15. അപ്പൊ നമ്മളെ x എന്തായി? 15 കിട്ടി. അപ്പൊ നമ്മളെ ഒരു നമ്പർ 15 ആണ്. x എന്താ? 15 ആണ്. ഇനി നമുക്ക് മറ്റേ നമ്പർ കാണണ്ടേ? മറ്റേ നമ്പർ കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? രണ്ട് നമ്പറും കൂടെ ആഡ് ചെയ്താൽ 26 ആണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? 26ൽ നിന്നും 15 കുറയ്ക്കുക. അപ്പം 6ന്ന് 5 കുറച്ചാൽ 1, 2. അപ്പൊ ഇല്ല, എന്ത് കിട്ടും? 6ന്ന് 5 പോയാൽ 1, 2ന്ന് 1 പോയാൽ 1 അല്ലേ? അപ്പൊ നമുക്ക് 11 എന്നാണ് മറ്റേ നമ്പർ കിട്ടിയത്. അപ്പം y is equal to 11. ഇനി ഇങ്ങനെയും ചിന്തിക്കാം. അപ്പൊ 15ഉം 11ഉം കൂട്ടിയാൽ നമുക്ക് 26 കിട്ടൂലേ? ഇനി അത് രണ്ടും തമ്മിൽ കുറച്ചാലോ? 15ഉം 11ഉം കുറച്ചാൽ 12, 13, 14, 15. രണ്ടിന്റെയും ഡിഫറൻസ് എന്താ? 4 ആണ്. അപ്പൊ ആ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാ? 15ഉം 11ഉം. 15ഉം 11ഉം ആണ് നമ്മളെ രണ്ട് നമ്പേഴ്സ്. കാരണം ആ രണ്ട് നമ്പേഴ്സും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 26 കിട്ടുന്നുണ്ട്. ആ രണ്ട് നമ്പേഴ്സും നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ, കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ആ രണ്ട് നമ്പറും തമ്മിലുള്ള വ്യത്യാസം 4 കിട്ടുന്നുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് പറയാം എന്ത്? ആ രണ്ട് നമ്പേഴ്സും 15ഉം 11ഉം ആണ്. നമ്മൾ ഓൾജിബ്ര യൂസ് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ട് അതിന്റെ ആൻസർ ഫൈൻഡ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 40 സെന്റിമീറ്റർ. ഒരു റെക്ടാംഗിൾ ഉണ്ട്. ആ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ എത്രയാ? 40 സെന്റിമീറ്റർ ആണ്. 40 ആണ് തന്നത്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞു വൺ സൈഡ് ഈസ് 8 സെന്റിമീറ്റർ ലോങ്ങർ ദാൻ ദ അതർ. നമ്മളോട് പറഞ്ഞത് ഒരു സൈഡ് മറ്റേ സൈഡിനേക്കാളും 10 കൂടുതലാണ്. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സൈഡിന്റെ ലെങ്ത് നമുക്ക് ഫൈൻഡ് ചെയ്യണം. നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? ഒരു ചതുരത്തിന്റെ ചുറ്റളവ്, ദാറ്റ് മീൻസ് നമുക്കൊരു റെക്ടാംഗിൾ ഉണ്ട്. ആ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ, പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ചുറ്റളവ്. എല്ലാ സൈഡ്സും കൂടെ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ പെരിമീറ്റർ, ചുറ്റളവ് എന്ന് പറയാം അല്ലെ? അപ്പൊ ചുറ്റളവ് നമുക്ക് തന്നിട്ടുണ്ട് 40 സെന്റിമീറ്റർ ആണ്. ഇനി ഒരു വശം മറ്റേ വശത്തേക്കാൾ 8 സെന്റിമീറ്റർ കൂടുതലാണ്. ഒരു വശം മറ്റേ വശത്തേക്കാൾ 8 സെന്റിമീറ്റർ കൂടുതലാണ്. അപ്പം ഇതല്ലേ നമ്മളെ ചെറിയ സൈഡ്. ഇതിന് നമ്മൾ എക്സ് കൊടുത്താൽ ഈ വലിയ സൈഡ് എന്തായിരിക്കും? ഈ ചെറിയ സൈഡിനേക്കാളും 8 കൂടുതലാണ് അല്ലെ? ചെറിയ സൈഡ് എക്സ് ആണ്, അതിനേക്കാളും 8 കൂടുതലാണ് വലിയ സൈഡിന്. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? ആ രണ്ട് വശം, ആ ലെങ്ത് ഓഫ് ദ സൈഡ്സ് നമുക്ക് ഫൈൻഡ് ചെയ്യണം. നമുക്കറിയാം നമ്മൾ എന്താണ് ഒരു റെക്ടാംഗിളിന്റെ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാൻ നമ്മൾ എങ്ങനെയാ ചെയ്യാ? 2 into L plus B. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് റെക്ടാംഗിൾ ഈസ് ഈക്വൽ ടു 2 into L plus B അല്ലേ? 2 into L plus B ആണ് പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ. ഒരു റെക്ടാംഗിളിന്റെ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാ? 2 into L plus B. അപ്പൊ ഇത് നമ്മൾ പഠിക്കണം, എന്നാലേ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ഒരു ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 2 into L plus B. നമ്മൾ എന്താ ചെയ്യാ? അതിന്റെ നീളവും വീതിയും കൂടെ ആഡ് ചെയ്യും, എന്നിട്ട് അതിനെ ഇൻറ്റു 2 ചെയ്യാം അല്ലേ? കാരണം ഇത് ലെങ്ത് ആണ്, ഇത് ലെങ്ത് ആണ്, ഇത് ബ്രെഡ്ത്ത് ആണ്, ഇത് ബ്രെഡ്ത്ത് ആണ്. സോ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് വരും അല്ലേ? അപ്പൊ ലെങ്ത് പ്ലസ് ലെങ്ത് എന്ന് പറയുമ്പം 2 ലെങ്ത് പ്ലസ് 2 ബ്രെഡ്ത്ത്, 2 ലെങ്ത്തും 2 ബ്രെഡ്ത്തും. അപ്പൊ 2നെ നമ്മള് പുറത്തേക്ക് ഇടുകയാണ്. അപ്പൊ 2 പുറത്തേക്ക് എടുത്താൽ ബാക്കി L plus B എന്നുണ്ടാവും. അപ്പൊ 2 into L plus B അല്ലെ? അങ്ങനെയാണ് നമ്മളെ പെരിമീറ്റർ ഓഫ് റെക്ടാംഗിൾ ഈസ് ഈക്വൽ ടു 2 into L plus B എന്ന് വരുന്നത്. ബട്ട് നമുക്ക് അതൊന്നുമല്ല, നമുക്ക് എന്താ ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്? ലെങ്ത് ഓഫ് ദ സൈഡ്സ്, സൈഡ്സിന്റെ ലെങ്ത് ഫൈൻഡ് ചെയ്യണം. അപ്പൊ നമുക്ക് 2 into ലെങ്ത്, ഇവിടെ ലെങ്ത് എന്താ? x plus 8 അല്ലേ? x plus 8
പ്ലസ് ബ്രെഡ്ത്ത് എത്രയാ? ബ്രെഡ്ത്ത് നമ്മളിവിടെ എക്സ് അല്ലേ എടുത്തത്? എക്സ് ഈസ് ഈക്വൽ ടു പെരിമീറ്റർ എത്രയാ നമുക്ക് തന്നത്? 40. അപ്പം 2 into L plus B is equal to 40 ആണ്. 2 into ലെങ്ത് ഇവിടെ x plus 8 ആണ്, ബ്രെഡ്ത്ത് ഇവിടെ x ആണ്. സോ 2 into x plus 8 plus x is equal to 40. ഇനി നമുക്ക് ഈ എക്സ് പ്ലസ് 8 പ്ലസ് എക്സ് ഇവിടെ വെച്ചിട്ട് ഈ 2നെ നമുക്ക് ഈ സൈഡിലോട്ട് കൊടുത്താലോ? ഈ ഇൻറ്റു 2 ഉള്ളത് ഡിവൈഡഡ് ബൈ 2 ആവൂലേ? അപ്പൊ 40 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും അല്ലേ? 40 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അപ്പൊ 40 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോ എത്രയാ? 20 അല്ലെ? 20 ആണ്. അപ്പം എക്സ് പ്ലസ് 8 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 20. ഇനി നമുക്കറിയാം ഇവിടെ 2 എക്സ് ഇല്ലേ? അപ്പൊ എക്സ് പ്ലസ് എക്സ് നമുക്ക് ചെയ്തൂടെ? അപ്പൊ എക്സ് പ്ലസ് എക്സ് എന്താ? 2x. 2x പ്ലസ് 8 ഈസ് ഈക്വൽ ടു 20. അപ്പൊ 2x ഈസ് ഈക്വൽ ടു 20 മൈനസ് 8 അല്ലെ? പ്ലസ് 8 റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ മൈനസ് 8 ആവും. അപ്പം 20ൽ നിന്നും 8 കുറയ്ക്കുക. അപ്പൊ 20ൽ നിന്നും 8 കുറയ്ക്കുമ്പോ എന്ത് വരും? 2x ഈസ് ഈക്വൽ ടു എന്ത് വരും? 12 അല്ലെ? അപ്പം 2x ഈസ് ഈക്വൽ ടു 12 കിട്ടി. x ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 2 ഉള്ളത് ഡിവൈഡഡ് ബൈ 2 ആവും, വിച്ച് ഈസ് ഈക്വൽ ടു 6. അപ്പൊ നമ്മളെ എക്സ് എന്ത് കിട്ടി? 6 ആണ് എന്ന് കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ? ബ്രെഡ്ത്ത് ആണ്. ബ്രെഡ്ത്ത് നമുക്ക് 6 എന്ന് കിട്ടി. വീതി നമുക്ക് 6 എന്ന് കിട്ടി. നമുക്ക് ഇതിന്റെ നീളം ഫൈൻഡ് ചെയ്യണ്ടേ? ലെങ്ത് ഫൈൻഡ് ചെയ്യണം അല്ലെ? അപ്പൊ നമുക്കറിയാം എക്സിന് നമ്മളെ ബ്രെഡ്ത്തിനേക്കാളും 8 കൂടുതലാണ് നമ്മളെ ലെങ്ത്തിന്. അപ്പൊ 6 പ്ലസ് 8. അപ്പൊ ലെങ്ത് ഫൈൻഡ് ചെയ്യാൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 8 അല്ലേ? സോ എന്ത് കിട്ടി? 6 പ്ലസ് 8. 6 പ്ലസ് 8 എന്ന് പറയുമ്പോ എത്ര വരും? നമുക്ക് 8ലോട്ട് 6 ആഡ് ചെയ്യുമ്പോ 14 അല്ലേ? 14 കിട്ടി. അപ്പൊ നമ്മളെ ലെങ്ത് എത്രയാ? 14. ഇനി നമ്മളെ ആൻസർ കറക്റ്റ് ആണോ നമുക്ക് തന്നെ ചെക്ക് ചെയ്തൂടെ? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മളെ പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ, റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ എത്രയാ തന്നത്? 40 ആണ്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. 2 ഇൻറ്റു ലെങ്ത് എത്രയാ കിട്ടിയത്? 6 പ്ലസ് ബ്രെഡ്ത്ത് 14 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാ നോക്കാം? 2 ഇൻറ്റു 6 പ്ലസ് 14. 2 ഇൻറ്റു 14ലോട്ട് 6 ആഡ് ചെയ്താൽ 20, വിച്ച് ഈസ് ഈക്വൽ ടു 40. 2 ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ 40 ആണ്. അത് തന്നെയാണ് നമ്മളെ റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ. അപ്പൊ നമ്മളെ 2 സൈഡും ഫൈൻഡ് ചെയ്തു. ഒരു സൈഡ് 6 ആണ്, മറ്റേ സൈഡ് 14 ആണ്. അപ്പം എന്താണ്? നമ്മളെ ബ്രെഡ്ത്ത് 6 കിട്ടി, ലെങ്ത് 14 കിട്ടി. അപ്പം നമുക്ക് അതിന്റെ നമ്മളെ ആൻസർ നമുക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും കറക്റ്റ് ആണോ അല്ലേ. നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് കിട്ടി ഈ 2 വാല്യൂസും നമ്മളെ പെരിമീറ്ററിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ 2 ഇൻറ്റു 6 പ്ലസ് 14 എന്ന് കിട്ടി. അത് പറഞ്ഞാൽ 2 ഇൻറ്റു 6 പ്ലസ് 40 എന്ന് പറയുമ്പോൾ 20 കിട്ടൂ അല്ലെ? അപ്പൊ 2 ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ 40 ആണ്, കറക്റ്റ് ആണ്. നമ്മളെ പെരിമീറ്റർ നമുക്ക് 40 തന്നെയായിരുന്നു കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്? എ വയർ 3.5 meters ലോങ്. ഒരു വയർ ഉണ്ട്. ഈ വയർ 3.5 meter ലോങ് ആണ്. ഓക്കെ, അപ്പം ഈസ് ടു ബി കട്ട് ഇൻ ടു 2 pieces. നമുക്ക് ഈ ഒരു വയർ എന്ത് ചെയ്യണം? 2 പീസ് ആക്കിയിട്ട് കട്ട് ചെയ്യണം. വിത്ത് 1 piece bent into a square. എന്നിട്ട് നമ്മൾ ഒരു പീസ് എന്താക്കും? നമ്മൾ സ്ക്വയർ ആക്കും. ആൻഡ് ദ അതർ ഇൻടു ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. മറ്റേ സൈഡ് എന്താക്കും? മറ്റേ വയർ എന്താക്കും? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആക്കും. ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ബോത്ത് മസ്റ്റ് ബി സെയിം. രണ്ടിന്റെയും ലെങ്ത് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. സ്ക്വയർ ഉണ്ടാക്കുന്നതിന്റെയും ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കുന്നതിന്റെയും എന്താണ്? സൈഡ്സ് ഓഫ് ബോത്ത് മസ്റ്റ് ബി സെയിം. ഹൗ ഷുഡ് ദ വയർ ബി കട്ട്? അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വയർ കട്ട് ചെയ്യാനാണ് നമ്മളെ ക്വസ്റ്റ്യൻ. 3.5 meter നീളമുള്ള കമ്പി, ഇതാണ് നമ്മളെ കമ്പി. ഇതിന് 3.5 meter നീളമാണ്. 2ആയി മുറിച്ച് നമ്മൾ 2ആയി കട്ട് ചെയ്യാനത്. ഒരു കഷ്ണം വളച്ചൊരു സമചതുരവും മറു കഷ്ണം വളച്ചൊരു സമഭുജ ത്രികോണവും ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കണം, പിന്നെ നമുക്ക് സ്ക്വയർ ഉണ്ടാക്കണം. രണ്ടിന്റെയും വശങ്ങൾക്ക് ഒരേ നീളമായിരിക്കണം, സെയിം ലെങ്ത് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അത് കട്ട് ചെയ്യുക? എങ്ങനെ നമ്മൾ കട്ട് ചെയ്യും നമുക്ക് നോക്കാം. നമുക്കറിയാം, ഈ ഒരു വയർ നമുക്ക് ഒന്ന് സ്ക്വയർ ആക്കണം,
ഒന്ന് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആക്കണം. സ്ക്വയർ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡ്സും ഈക്വൽ അല്ലേ? നമുക്ക് ഓൾറെഡി അറിയാം ഇവിടെ എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആയിരിക്കും, ഇതും എക്സ് ആയിരിക്കും, ഇതും എക്സ് ആയിരിക്കും. ഇനി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിലും എല്ലാ സൈഡ്സും ഈക്വൽ അല്ലേ? എല്ലാ സൈഡ്സും ഈക്വൽ ആകുമ്പോഴല്ലേ നമ്മൾ അതിനെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയാ. അപ്പൊ നമുക്ക് എന്താ പറയാ, നമുക്ക് ഇവിടെ ഇതും എക്സ് ആണ്, ഇതും എക്സ് ആണ്, ഇതും എക്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ പെരിമീറ്റർ എന്തായിരിക്കും? പെരിമീറ്റർ ഓഫ് സ്ക്വയർ, പെരിമീറ്റർ ഓഫ് സ്ക്വയർ എന്തായിരിക്കും? നമുക്കറിയാം എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 4x അല്ലെ? എല്ലാ സൈഡ്സും ആഡ് ചെയ്യുമ്പോഴാണ് അതിന്റെ ചുറ്റളവ്, അതിന്റെ പെരിമീറ്റർ കിട്ടുക. ഇനി പെരിമീറ്റർ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ത് വരും? പെരിമീറ്റർ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, പെരിമീറ്റർ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എത്ര എക്സ് ഉണ്ട്? എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. സോ എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 3x അല്ലേ? ബട്ട് നമുക്ക് എന്താ ഇവിടെ വേണ്ടത്? 3/1/2. നമുക്കറിയാം ഈ ഒരു സ്ക്വയറും ഈ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളും, നമ്മുടെ സമചതുരവും സമഭുജ ത്രികോണവും, അത് രണ്ടും കൂടെ ഈ ഒരു വയറുകൊണ്ടാണ് അല്ലെ ഉണ്ടാക്കുന്നത്. ആ ഒരു കമ്പി മുറിച്ചിട്ടാണ് ഈ രണ്ടും നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് ഈക്വൽ ആയിരിക്കൂലേ? കാരണം ഇത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇത് രണ്ടും ഉണ്ടാക്കിയത്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് ഇത് കിട്ടും അല്ലേ? നമുക്ക് ആ ഒരു കമ്പി കിട്ടും. അപ്പൊ നമുക്ക് രണ്ടിന്റെയും പെരിമീറ്റർ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അപ്പൊ രണ്ടിന്റെയും പെരിമീറ്റർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 4x ആണ് നമ്മളെ സ്ക്വയറിന്റെ പെരിമീറ്റർ, പ്ലസ് 3x ആണ് നമ്മളെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടണം? 3/1/2 കിട്ടണം. 3/1/2 കിട്ടണം. ഇനി നമുക്ക് 4x plus 3x is equal to 3/1/2 സോൾവ് ചെയ്താൽ x കിട്ടും. അപ്പൊ 4x plus 3x എന്ന് പറയുമ്പോൾ എന്ത് വരും? 7x is equal to ഈ 3/1/2 ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ് അല്ലെ? സോ 3/1/2 നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും? 3 into 2 plus 1/2 അല്ലേ? ഈ ഒരു ഹോൾ പാർട്ടിനെ ഡിനോമിനേറ്റർ ആയിട്ട് ഇൻറ്റു ചെയ്യുക, പ്ലസ് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ. അപ്പൊ ഇത് നമുക്ക് എന്ത് കിട്ടും? 3 into 2 6 ആണ്, 6ലോട്ട് 1 ആഡ് ചെയ്യുമ്പോൾ 7 ആണ്, 7/2 എന്ന് എഴുതാം അല്ലേ? 3 into 2 plus 1 divided by 2. അപ്പൊ 7x is equal to 7/2. 7x is equal to 7/2 എന്ന് കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ x എന്തായിരിക്കും? x is equal to 7/2. എന്താ? ഈ 7 ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോ അത് റെസിപ്രോക്കൽ ആവൂലേ? അപ്പൊ 7 ഉള്ളത് ഇൻറ്റു 1/7 ആവും അല്ലേ? ഈ ഇൻറ്റു 7 ഉള്ളത് നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ഈ ഇൻറ്റു 7 ഉള്ളത് ഡിവൈഡഡ് ബൈ 7 ആവും. 7/2 divided by 7. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 7/2 ഈ ഡിവിഷൻ ഉള്ളത് ഇൻറ്റു ആവും. അങ്ങനെയാണെങ്കിൽ 7 ഉള്ളത് 1/7 ആവും. ഡിവിഷൻ ഇൻറ്റു ആവുമ്പം നമ്മളെ നമ്പർ റെസിപ്രോക്കൽ ആയിരിക്കും എടുക്കുക. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററും ഡിനോമിനേറ്റർ ന്യൂമറേറ്ററും. അപ്പൊ 7ഉം 7ഉം ക്യാൻസൽ ചെയ്താൽ x is equal to 1/2 എന്ന് കിട്ടി. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 1/2 മീറ്റർ, ഹാഫ് മീറ്റർ ആണ് കിട്ടിയത് അല്ലേ? ഹാഫ് മീറ്റർ. 3/1/2 മീറ്ററില് 3/1/2 മീറ്റർ ആണ് എന്ത്? നമ്മളെ കമ്പി. അതാണ് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തത്. അപ്പൊ 3/1/2 മീറ്ററില് നമുക്ക് എക്സിന്റെ വില എത്ര കിട്ടി? ഹാഫ് മീറ്ററിന് കിട്ടി. എക്സിന്റെ വിലയാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യാ? സ്ക്വയർ നോക്കുക. സ്ക്വയറിന് എത്രയാണ് ആ കമ്പിയിലുള്ളത്, അതുപോലെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ നോക്കുക. അപ്പം സ്ക്വയറിൻ്റെത് എന്താ? 4x ആണ്. അതിൽ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി. സോ 4x എന്തായിരിക്കും? 4 into 1/2 അല്ലേ? എക്സിന്റെ പ്ലേസിൽ 1/2 ഇട്ട് കൊടുത്തു, വിച്ച് ഈസ് ഈക്വൽ ടു 4/2 വിച്ച് ഈസ് ഈക്വൽ ടു 2 മീറ്റർ. അപ്പൊ നമുക്ക് സ്ക്വയർ ഉണ്ടാക്കാൻ അതിൽ 2 മീറ്റർ വേണം. ഇനി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ നമുക്ക് എത്ര വേണം? 3x ആണ്. 3 into 1/2 which is equal to 3/2 meter. 3/2 എന്ന് പറഞ്ഞാൽ 1.5 meter. അങ്ങനെയും പറയാം അല്ലെ? അപ്പം 2 മീറ്റർ ആണ് സ്ക്വയറിനെങ്കിൽ
ടോട്ടൽ 3.5 മീറ്റർ അല്ലേ ഉള്ളത്. ഈ ടോട്ടൽ 3.5 മീറ്ററിൽ 2 മീറ്റർ നമ്മൾ സ്ക്വയറിനാണെങ്കിൽ ബാക്കി എത്ര മീറ്റർ ഉണ്ടാവും? 1.5 മീറ്റർ ഉണ്ടാവും. ആ 1.5 മീറ്റർ ആണ് നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് ആവശ്യം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. നമ്മളെ ക്വസ്റ്റ്യൻ എന്താ? നമുക്ക് 3.5 മീറ്റർ നീളമുള്ള ഒരു കമ്പി ഉണ്ട്, അതിനെ നമ്മൾ കട്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ എന്താ ആക്കിയത്? അത് നമ്മൾ സ്ക്വയറുമാക്കി ഇക്വിലാറ്ററൽ ട്രയാങ്കിളുമാക്കി. ഇനി നമ്മളോട് പറഞ്ഞത് രണ്ടിന്റെയും വശങ്ങൾക്ക് ഒരേ നീളമായിരിക്കണം, സെയിം ലെങ്ത് ആണ് രണ്ടിന്റേതും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ നമ്മൾ ഇത് കട്ട് ചെയ്യാന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്കറിയാം സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4x ആണ്, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 3x ആണ്. അതിൽ നമ്മൾ എക്സിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്തു. എക്സ് എന്താ നമുക്ക് കിട്ടിയത്? 4x + 3x = 3 1/2 അല്ലെ. രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് ആ വയറിന്റെ ലെങ്ത് കിട്ടണം. അതാണ് നമ്മളെ ഇക്വേഷൻ. അതിൽ നമ്മൾ എക്സ് ഫൈൻഡ് ചെയ്തു. എക്സ് നമുക്ക് 1/2 മീറ്റർ ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ക്വയറിന് എന്താ 4 × 1/2 = 2 മീറ്റർ വേണം. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് എന്താ 3 × 1/2 3/2 മീറ്റർ. ദാറ്റ് മീൻസ് 1.5 മീറ്റർ. അപ്പൊ ടോട്ടൽ 2 മീറ്ററും 2 മീറ്റർ പ്ലസ് 1.5 മീറ്റർ എത്രയാ? 2 + 1 3, ടോട്ടൽ 3.5 മീറ്റർ കിട്ടി. ദാറ്റ് മീൻസ് ആ ഒരു വയറിന്റെ ലെങ്ത് കിട്ടി. ക്ലിയർ? അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. സിമ്പിൾ ആണ് അല്ലേ? അപ്പൊ നമ്മൾ എന്താണ് ക്വസ്റ്റ്യന്റെ മീനിങ് നന്നായിട്ട് വായിച്ചിട്ട് നമ്മളതൊരു ഇക്വേഷൻ ആക്കുക. എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ ആൻസർ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. Okay, the next question. In a class there are 4 more girls than boys. എന്താ പറഞ്ഞത്? ബോയ്സിനേക്കാളും 4 കൂടുതലാണ് ഗേൾസ് ഒരു ക്ലാസ്സിൽ. ഓക്കെ, ഗേൾസും ഉണ്ട് ബോയ്സും ഉണ്ട്. അതിൽ ബോയ്സിനേക്കാളും 4 കൂടുതലാണ് ഗേൾസ്. On a day when only 8 boys were absent. അപ്പൊ ഒരു ദിവസം 8 ആൺകുട്ടികൾ ലീവായി. ഓക്കെ, 8 ആൺകുട്ടികൾ ലീവായി. അപ്പം ആ ഒരു ടൈമില് ദ നമ്പർ ഓഫ് ഗേൾസ് വാസ് ട്വൈസ് ദ നമ്പർ ഓഫ് ബോയ്സ്. ആ ഒരു ടൈമില് ബോയ്സ് 8 എണ്ണം ലീവായപ്പോൾ നമ്മളെ ബോയ്സ് എന്ന് പറഞ്ഞാല് ബോയ്സിന്റെ നമ്പർ എന്താ? നമ്പർ ഓഫ് ഗേൾസ് എന്താ? ട്വൈസ് ദ നമ്പർ ഓഫ് ബോയ്സ്. ബോയ്സിന്റെ ട്വൈസ് ആയിരുന്നു നമ്പർ ഓഫ് ഗേൾസ്. ഹൗ മെനി ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ദർ ഇൻ ദ ക്ലാസ്? അങ്ങനെയാണെങ്കിൽ ക്ലാസ്സിൽ എത്ര ഗേൾസ് ഉണ്ട്, എത്ര ബോയ്സ് ഉണ്ട് എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളെക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലുണ്ട്. 4 പെൺകുട്ടികൾ കൂടുതലാണ്. ഓക്കെ, അപ്പൊ 8 ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന ഒരു ദിവസം, അപ്പൊ ഒരു ദിവസം 8 ആൺകുട്ടികൾ വന്നില്ല. ആൺകുട്ടികളുടെ 2 മടങ്ങ് പെൺകുട്ടികളായി. അപ്പം ആൺകുട്ടികൾ 8 ആൺകുട്ടികൾ വരാതിരുന്ന ദിവസം ആൺകുട്ടികളുടെ 2 മടങ്ങാണ് പെൺകുട്ടികൾ. അങ്ങനെയാണെങ്കിൽ ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളും എത്ര ആൺകുട്ടികളുമാണ്? അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? നമുക്ക് പറഞ്ഞിട്ടുണ്ട് ബോയ്സിനെ നമുക്ക് എക്സ് ആക്കിയിട്ട് എടുത്താലോ. അങ്ങനെയാണെങ്കിൽ ഗേൾസ് എന്തായിരിക്കും? x + 4 ആയിരിക്കൂലേ? അങ്ങനെ ചിന്തിക്കുക. നമ്മളെ ബോയ്സ് നമ്മൾ എക്സ് ആക്കിയിട്ട് എടുത്തു. ബോയ്സ് എക്സ് ആക്കിയിട്ട് എടുത്താൽ ഗേൾസ് എന്താ പറഞ്ഞത്? ആൺകുട്ടികളെക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലുണ്ട്. അപ്പം ഗേൾസ് എന്തായിരിക്കും? ബോയ്സിനേക്കാളും, ബോയ്സ് എക്സ് ആണ്, അതിലോട്ട് 4 കൂട്ടുക. 4 എണ്ണം കൂടുതലാണ്. എക്സിലോട്ട് 4 എണ്ണം കൂട്ടിയാൽ നമ്മളെ ഗേൾസ് കിട്ടും. ഓക്കെ, ഇനി നമ്മളോട് എന്താ നെക്സ്റ്റ് പറഞ്ഞത്? when 8 boys were absent. 4 ആൺകുട്ടികൾ ലീവായ ദിവസം. അപ്പൊ ആൺകുട്ടികൾ എക്സ് ആണ്, അതില് 4 എണ്ണമുള്ള 8 എണ്ണം അല്ലെ. 8 ബോയ്സ് ആബ്സെന്റ് ആയി. അപ്പൊ x - 8, 8 ആൺകുട്ടികൾ ലീവ് എടുത്ത ദിവസം എന്താണ്? ഒരു ദിവസം ആൺകുട്ടികളുടെ 2 മടങ്ങ് പെൺകുട്ടികളായി. ദ നമ്പർ ഓഫ് ഗേൾസ് വാസ് ട്വൈസ് ദ നമ്പർ ഓഫ് ബോയ്സ്. ബോയ്സിനേക്കാളും ട്വൈസ് ആണ് ഗേൾസ്. അപ്പം എന്ത് വരും? ഗേൾസ് എന്ന് പറഞ്ഞാൽ x + 4 ആണ്, അത് ബോയ്സിനേക്കാളും ട്വൈസ് ആണ്. അപ്പം നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറഞ്ഞാൽ x + 4 ആണ്. അപ്പം നമ്പർ ഓഫ് ബോയ്സ് നമ്മൾ എടുത്തത് x ആണ്. അപ്പൊ ആൺകുട്ടികൾ 8 ആൾക്കാർ വന്നില്ല. അപ്പൊ എന്താവും? x - 8. ആ ദിവസം x - 8 ആയ ദിവസം എന്താണ്? ഗേൾസ് എന്ന് പറഞ്ഞാൽ x + 4 = എന്താ? ബോയ്സിനേക്കാളും ഗേൾസിനേക്കാളും ട്വൈസ് ആണ് ബോയ്സ് എന്നാണോ പറഞ്ഞേ? അല്ല, നമ്മൾക്ക് ഗേൾസ് ആണ് ട്വൈസ് അല്ലെ. അപ്പം എന്താണ്? x + 4 ഗേൾസ് = ട്വൈസ് ദ നമ്പർ ഓഫ് ബോയ്സ് അല്ലെ.
അല്ലെ? ഗേൾസ് എന്ന് പറഞ്ഞാല് നമ്മളോട് പറഞ്ഞ നമ്പർ ഓഫ് ഗേൾസ് വാസ് twice the number of boys. ബോയ്സിന്റെ ഇരട്ടിയായിരുന്നു ഗേൾസ്. സോ എക്സ് പ്ലസ് 4 ഗേൾസ് ഈസ് ഈക്വൽ ടു 2 into x minus 8. 8 ആൺകുട്ടികൾ വരാതിരുന്ന ദിവസം അതിന്റെ ട്വൈസ് ആയിരുന്നു എന്നാണ് ഗേൾസ് പറഞ്ഞത്. ഗേൾസ് ആൺകുട്ടികളെക്കാളും ട്വൈസ് ആണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്ത് വരും? 2 into x minus 8 is equal to x plus 4. അപ്പൊ ഈ ഒരു ഇക്വേഷൻ കിട്ടിയാൽ നമുക്ക് ബോയ്സിന്റെയും ഗേൾസിന്റെയും നമ്പേഴ്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് റീഡ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇക്വേഷൻ. ഇപ്പൊ നമുക്ക് ഇവിടെ കൺഫ്യൂഷൻ ആയിരിക്കും അല്ലെ? ഇവിടെ നമ്മളോട് 8 ആൺകുട്ടികൾ വരാതിരുന്ന ദിവസം, അപ്പൊ x minus 8 എടുത്തു. നമ്മളോട് പറഞ്ഞു ഗേൾസിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ ബോയ്സിന്റെ ട്വൈസ് ആണ്. അപ്പൊ ഗേൾസിന്റെ നമ്പർ ഈസ് ഈക്വൽ ടു ബോയ്സിന്റെ ട്വൈസ്. അപ്പൊ 2x minus 8 ഈസ് ഈക്വൽ ടു x plus 4. ഈ നമുക്ക് ഇതിന്റെ എക്സിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്താൽ ബോയ്സ് കിട്ടും. അപ്പൊ നമ്മൾ ഈ 2 എന്ത് കൊടുക്കുക? ഈ രണ്ടിനും കൊടുക്കുക. അപ്പൊ 2 into x 2x minus 2 into 8 16 is equal to x plus 4 അല്ലെ? 2x minus 16 is equal to x plus 4. ഇനി നമുക്ക് എക്സുകളൊക്കെ ഒരു സൈഡിലോട്ട് വെക്കുമ്പോ 2x ഈ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 4. ഈ 16 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ പ്ലസ് 16, മൈനസ് ഉള്ളത് പ്ലസ് ആയി. അപ്പൊ 2xൽ നിന്നും ഒരു എക്സ് പോയാൽ എന്തായിരിക്കും? 1x ആയിരിക്കും അല്ലെ? സോ എക്സ് ഈസ് ഈക്വൽ ടു 4 plus 60 എന്ന് പറയുമ്പോ 20. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു 20 എന്ന് കിട്ടി. അപ്പൊ ബോയ്സ് എത്രയാ? 20 ആണ്. ബോയ്സ് 20 ആണ്. അങ്ങനെയാണെങ്കിൽ ഗേൾസ് എത്ര ആയിരിക്കും? ഗേൾസ് എന്ന് പറഞ്ഞാൽ ബോയ്സിനേക്കാളും 4 കൂടുതലാണ്. അപ്പം 20 plus 4 which is equal to 24. അപ്പം ബോയ്സ് 20യും ഗേൾസ് 24ഉമാണ്. ഈ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മളെ ആൻസർ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാം. ബോയ്സ് 8 എണ്ണം ആബ്സെന്റ് ആയ ദിവസം. അപ്പൊ ബോയ്സ് 8 എണ്ണം ആബ്സെന്റ് ആയ ദിവസം എന്ന് പറയുമ്പം 12. ബോയ്സ് 12 ഉണ്ടായിരിക്കുള്ളൂ അല്ലെ? അങ്ങനെയാണെങ്കിൽ ഗേൾസിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ ബോയ്സിന്റെ ഇരട്ടി. അപ്പം എന്താണ്? 12 plus 12 24 അല്ലേ? ബോയ്സിന്റെ ട്വൈസ് ആണ് ഗേൾസിന്റെ നമ്പർ അല്ലേ? അപ്പൊ നമുക്ക് ബോയ്സ് 20 എന്ന് കിട്ടി. ഗേൾസ് എത്രയാ കിട്ടിയത്? 24. അപ്പം ബോയ്സ് എത്ര പെൺകുട്ടികളും എത്ര ആൺകുട്ടികളുമായിരുന്നു നമ്മളെ ക്വസ്റ്റ്യൻ. സോ നമ്പർ ഓഫ് ബോയ്സ് ഈസ് ഈക്വൽ ടു 20 ആൻഡ് നമ്പർ ഓഫ് ഗേൾസ് ഈസ് ഈക്വൽ ടു 24. അപ്പൊ നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ചെയ്തപ്പം എക്സ് കിട്ടി. എക്സ് നമ്മളെ ബോയ്സ് ആണ്. ബോയ്സ് അപ്പൊ ബോയ്സ് കിട്ടിയത് കൊണ്ട് ബോയ്സിലോട്ട് 4 ആഡ് ചെയ്താൽ ഗേൾസ് കിട്ടും. ഓക്കെ, then moving to next question. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞത്? A fraction simplified after adding 1 to its numerator. ഇത് നമ്മൾ ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് അല്ലെ? എന്താണ്? നമ്മളുടെ ന്യൂമറേറ്ററിലോട്ട് 1 ആഡ് ചെയ്യുമ്പോൾ 1/3 ആയിരിക്കും. അതുപോലെ ഡിനോമിനേറ്ററിലോട്ട് 1 ആഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/4 ആയിരിക്കും. ആ ഫ്രാക്ഷൻ എന്താണെന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/3 കിട്ടി. ഓക്കെ, ഛേദത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ കിട്ടിയത് 1/4. ഏതാണ് ആ ഭിന്നസംഖ്യ? നമുക്ക് ആ ഭിന്നസംഖ്യ ഫൈൻഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് നമ്മളെ ഫ്രാക്ഷൻ. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ x/y ആക്കിയിട്ട് എടുക്കും. എന്നിട്ട് എക്സും വൈയും ഫൈൻഡ് ചെയ്താൽ നമുക്ക് നമ്മളെ ഫ്രാക്ഷൻ കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ തന്നത് എന്താണ്? ന്യൂമറേറ്ററിലോട്ട് 1 ആഡ് ചെയ്യാം. അപ്പം x plus 1/y എന്ന് വരും നമ്മളെ ഫ്രാക്ഷൻ. ന്യൂമറേറ്റർ x ആണ്, അതിലോട്ട് 1 ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് 1/3 എന്ന് കിട്ടി. ഇനി സെക്കൻഡ് എന്താ പറഞ്ഞത്? ഡിനോമിനേറ്ററിലോട്ട് 1 ആഡ് ചെയ്യുമ്പോൾ അല്ലെ? നമ്മളെ 1 ഈസ് ആഡഡ് ടു ദ ഡിനോമിനേറ്റർ. അപ്പൊ 1/4 കിട്ടും. അപ്പൊ x/y plus 1. y ആണ് നമ്മളെ ഡിനോമിനേറ്റർ. അതിലോട്ട് 1 ആഡ് ചെയ്തപ്പം എത്ര കിട്ടി? 1/4. ഇതിന് നമുക്ക് എക്സും വൈയും ഫൈൻഡ് ചെയ്തൂടെ? യെസ്, ഇതിന് നമുക്ക് ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പം 3 into x plus 1 is equal to y എന്ന് കിട്ടും അല്ലെ? 1 into y എന്ന് പറഞ്ഞാൽ y ആണ്. അതുപോലെ ഇത് വരുമ്പം 4 into x അല്ലെ? 4x is equal to 1 into y plus 1. 1 into y plus 1 എന്ന് പറഞ്ഞാൽ y plus 1 ആണ്.
അപ്പം ഇതിനെ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തൂടെ? അപ്പൊ 3x + 3 = y. ഇതാകുമ്പോഴോ 4x, ഈ വൈനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ -y = 1 അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വൈനെ ആ സൈഡിലോട്ട് തന്നെ ഇടാം. അപ്പൊ എന്ത് വരും? 4x 1നെ അങ്ങോട്ട് കൊണ്ടുവരാം, -1 = y. അപ്പൊ രണ്ടും y = എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ടും y = ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാ? 3x + 3 = 4x - 1. കാരണം ഇതും y ആണ്, ഇതും y ആണ്. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പൊ 3x എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ എന്ത് വരും? ഈ 3 ഇവിടെ വെക്കുക, ഈ -1നെ അങ്ങോട്ട് കൊണ്ടുവരുമ്പോ +1 = 4x - 3x. 4x - 3x എന്ന് പറയുമ്പോൾ എന്താ? x. x = 3 + 1 എന്ന് പറഞ്ഞാൽ 4. അപ്പൊ x = 4 ആണ് എന്ന് കിട്ടി. x 4 ആണെങ്കിൽ y നമുക്ക് ഫൈൻഡ് ചെയ്യണ്ടേ? നമുക്ക് y ഫൈൻഡ് ചെയ്യാൻ y എന്ന് പറഞ്ഞാൽ എന്താ? 4x - 1 ആണ് അല്ലേ? അപ്പം 4 × 4 - 1, that is 16 - 1, which is equal to 15. ഈ 4x - 1ൽ എന്നെ ഇടുന്നില്ല, നമുക്ക് 3x + 3 ഇടാം. അപ്പൊ എന്ത് വരും? 3 × x എന്താ? 4. അപ്പം 12 എന്ന് വരും അല്ലെ? 12 + 3 which is equal to 15. അപ്പോൾ നമുക്ക് സെയിം ആയിരിക്കും നമ്മളെ ആൻസർ കിട്ടുക. അപ്പൊ y = 15 എന്ന് കിട്ടി. Therefore നമ്മളെ x/y ആണ് നമ്മളെ ഫ്രാക്ഷൻ. അപ്പം 4/15. അപ്പൊ x/y എന്ത് കിട്ടി? 4/15. ഈ ഒരു മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലെ? രണ്ടിനെയും നമ്മൾ y ആയിട്ട് ഇക്വേറ്റ് ചെയ്യും, എന്നിട്ട് അത് രണ്ടും ഈക്വൽ ആണെന്ന് പറയും. വേറെ രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഈ 3x + 3 = y യും 4x - 1 = y. ഇതിനെ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യാം? വേറെ രീതിയിൽ എങ്ങനെ എഴുതാൻ പറ്റും? 3x - y = 3 അല്ലേ? ഈ 3നെ അങ്ങോട്ട് കൊണ്ടുപോയി yനെ അങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ 3x - y, yനെ അങ്ങോട്ട് കൊണ്ടുവന്നപ്പം -ആയി, 3നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ -3. ഓക്കെ, ഇനി അതുപോലെ ഈ 4x - 1 = y, അതിനെയും നമുക്ക് എന്ത് ചെയ്യാം? 4x - y = 1. അപ്പൊ രണ്ട് ഇക്വേഷൻ ആയില്ലേ? ഇനി ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്തൂടെ? ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്യുമ്പോ എന്ത് കിട്ടും? 3x - 4x എന്താ? -x. -y -y എന്ന് പറയുമ്പോൾ y ഉം 0 ആയി. ഇനി -3 - 1 എന്ന് പറയുമ്പോൾ -4. അപ്പൊ x = 4. അപ്പൊ x 4 കിട്ടി. ഇവിടെയും x 4 അല്ലേ? അപ്പൊ നമുക്ക് ഏത് രീതിയിലും നമ്മളെ ആൻസർ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്തത്? ഇവിടെ നമ്മൾ രണ്ടും y ആക്കിയിട്ട് എടുത്തു, എന്നിട്ട് അത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞാണ്ട് എക്സിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്തു. ഇവിടെ എന്താ ചെയ്തത്? എക്സും y ഒരു സൈഡിലും നമ്പേഴ്സ് ഒരു സൈഡിലും ആക്കി, എന്നിട്ട് ഇതിന് y നമ്മൾ ഇത് സബ്ട്രാക്ട് ചെയ്തപ്പം y പോയി. അപ്പൊ -x = -4 എന്ന് കിട്ടി. സോ x = 4. ഓക്കെ, അപ്പൊ നമ്മളെ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഏത് മെത്തേഡ് ചെയ്താലും നമ്മളെ ആൻസർ സെയിം ആയിരിക്കും. ഓക്കെ, ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ x/y ആണ്. x നമുക്ക് കിട്ടിയത് 4 ആണ്, y കിട്ടിയത് 15 ആണ്. ഇവിടെ x 4 കിട്ടി. ഇനി y വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ? ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ 3 × x 4 അല്ലേ? അപ്പൊ 4 - y = -3. അപ്പൊ 12 - y = -3. -y എന്ന് പറഞ്ഞാൽ -3 + 12 എന്ന് വരും അല്ലേ? അപ്പം നമുക്ക് അല്ലെങ്കിൽ 4x - y അതിലോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്ത് വരും? 16 - y = 1. എന്ത് വരും? 16 - 1 = y, 15 = y. കണ്ടോ? ഏത് മെത്തേഡിൽ ചെയ്താലും നമ്മളെ ആൻസർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഇക്വേഷൻസ്, നമ്മൾ എഴുതുന്ന ഇക്വേഷൻസ് കറക്റ്റ് ആണോ, എന്നിട്ട് അതിന് നമ്മൾ എക്സും വൈയും സോൾവ് ചെയ്തിട്ട് ചെയ്യും. സോ അവർ ഫ്രാക്ഷൻ ഈസ് 4/15. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തു അല്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെ എന്താണ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് റീഡ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഇക്വേഷൻസ് ചെയ്താൽ, എന്നിട്ട് വീണ്ടും ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്തിട്ട് ഇക്വേഷൻസ് വായിക്കുമ്പോൾ അത് അതുപോലെ ഉണ്ടായിരിക്കണം. എന്നിട്ട് നമ്മൾ എക്സിന്റെയും വൈന്റെയും ഒക്കെ വാല്യൂസ് ഫൈൻഡ് ചെയ്യും. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ച് പ്രോബ്ലംസ് കൂടെ ചെയ്യാം. 2 ഇക്വേഷൻസ് വരുന്ന പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.